വിശ്വാസത്തിന്റെ ആധാരം വേദപുസ്തകവും നമ്മുടെ കർത്താവുമല്ലേ, കർത്താവ് പറഞ്ഞ വചനമല്ലേ. അപ്പൊ വചനത്തിലില്ലാത്തത് നിങ്ങൾ എന്തു വന്നാലും അംഗീകരിക്കാൻ പോകരുത്. അത് വചനത്തിലുള്ളതോ. അതാണ് ഈ ബെരോവക്കാര് വിശ്വാസികളോട് എനിക്കുള്ള ഏറ്റവും വലിയ സ്നേഹം എന്താണെന്നറിയാമോ? ബെരോവയിലെ ഒരു സഭയുണ്ട് കേട്ടോ, ബെറോവ, ബെറിയൻസ് എന്ന് പറയും. ബെറിയൻസ് ഇംഗ്ലീഷിൽ ബെറിയൻ ക്രിസ്ത്യൻ. അത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം വിശ്വാസികളാണ്. വേണമെങ്കിൽ നിങ്ങൾ അതൊന്ന് വായിച്ചു, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 10ഉം. ബെരോവക്കാര് വിശ്വാസികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം ബെരോവക്കാർ തെസ്സലോനിക്ക. അപ്പൊ തെസ്സലോനിക്ക സഭയുണ്ട്. തെസ്സലോനിക്ക സഭയ്ക്കാണ് നമ്മള് പൗലോസ് ലേഖനം എഴുതിയത്. 1 തെസ്സലോനി 2 തെസ്സലോനിക്കർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്. അതുപോലെ തന്നെ ഒരു സഭയുണ്ട് കേട്ടോ, പുസ്തകം എഴുതാത്ത സഭകളും ഉണ്ടേ. അങ്ങനെ ഒരു സഭയാണ് ബെരോവ, ബെറിയൻ എന്ന് പറയുന്ന സഭ. ഈ ബെറിയൻ സഭക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർക്ക് ലേഖനം ഒന്നും എഴുതി അയച്ചില്ലേലും വായിച്ചു. അവര് എങ്ങനെയായിരുന്നു? അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കണ്ടോ? അപ്പൊ സഭയ്ക്ക് തമ്മിലും വ്യത്യാസമുണ്ട് കേട്ടോ. എല്ലാ സഭകളും ഒരുപോലെയല്ല. ഇവിടെ അവർ ഉത്തമന്മാരെന്ന് പറഞ്ഞ നോബിൾ എന്ന പദമാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. കുലീനന്മാരെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. യൂഗനൈസ് എന്നൊരു പദമാണ് കേട്ടോ. അതിന്റെ അർത്ഥം എന്താന്ന്, കുലീന മനസ്സുള്ളവർ, പിന്നെ നന്നായി ജനിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ പറഞ്ഞവൻ അതിന്റെ അർത്ഥം കേട്ടോ. വെൽ ബോൺ ഇൻ എ നോബിൾ ഫാമിലി, കുലീന കുടുംബത്തിൽ പിറന്നവൻ. ഞാൻ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, പാരമ്പര്യം ഒന്നും പറയുകയല്ല. എന്നാലും ഉണ്ടല്ലോ, ഈ ജനിക്കുന്ന കുടുംബം ഒരു പ്രധാനമാകും കേട്ടോ. കൊള്ളാവുന്ന കുടുംബത്തിൽ ജനിക്കണം. നമ്മൾ പറയുകയല്ലേ, കൊള്ളാവുന്ന അപ്പനും അമ്മയ്ക്കും ജനിക്കണം. ചിലര് അവരുടെ അപ്പനെയും അമ്മയെ കുറിച്ച് പറയാൻ ലജ്ജിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇന്നയാളുടെ മകനാണെന്നോ മകളാണെന്നോ പബ്ലിക്കായിട്ട് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അത്രയാ കയ്യിലിരിപ്പ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുലീന കുടുംബം. അവർ കുലീനന്മാരായിരുന്നു. അപ്പോ സത്യത്തിൽ അവരൊരു നോബിൾ ചർച്ചായിരുന്നു. ഈ ബെറോവയിലെ സഭ എന്ന് പറയുന്നത് തന്നെ ഒരു നോബിൾ ചർച്ചാണ്. ചുമ്മാതെ വഴിയെ പോകുന്നവനൊന്നും അല്ല. അതിനകത്ത് നല്ല കുടുംബത്തിൽ പറഞ്ഞവന്മാരാണ് ആ സഭയിൽ കൂടി വന്നിരുന്നത്. അങ്ങനെ പറയുന്നത് തെറ്റൊന്നും അല്ല കേട്ടോ. എല്ലാവർക്കും ഇതിനകത്ത് വരാം, വിശ്വാസത്തിൽ എല്ലാവർക്കും വരാം. പക്ഷേ നമ്മൾ വന്നാൽ നമുക്ക് കുലീനത നമ്മൾ സൂക്ഷിക്കണം. ആ നൊബിലിറ്റി അല്ലേ നമ്മൾ വന്നു കഴിഞ്ഞു, വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ആ മാന്യത നമ്മൾ സൂക്ഷിക്കാൻ നിർബന്ധിതരാകണം. ഒരു മാന്യമായി. ഞാൻ എപ്പോഴും പറയും, എന്താന്ന് ഞാൻ പലയിടത്തും വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം വിവാഹങ്ങൾ നടത്തി കഴിഞ്ഞാല് ഞാൻ കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് അവസാനം ഒരു വാക്കുകൂടെ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറയും, നല്ല സ്റ്റാൻഡേർഡുള്ള, നല്ല ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾ നയിക്കണം. മനസ്സിലായി? അതൊരു ഒരു പ്രത്യേകതയില്ലേ. ഒരു ചുമ്മാതെ വഴക്കും എന്നും പിണക്കവും ഉരുകാൻ കാരച്ച് ഒരു മാന്യമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് തന്നെ നമ്മളെ ഒരു ബഹുമാനം തോന്നണം. ഞാൻ മാന്യനായി കർത്താവിനെ പിന്തുടരുന്നൊരു വ്യക്തിയാണെന്ന്. ചിലർക്ക് അതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ല. എന്തും പറയും, ആരോട് എന്തും ചെയ്ത് കളയും, എങ്ങനെയും പ്രതികരിക്കും. അതുകൊണ്ട് ബെരോവയിലെ വിശ്വാസികളുണ്ടല്ലോ, കുലീനന്മാരായിരുന്നു നമ്മൾ പറയുമ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. തന്നെ ഉന്നത കുടുംബത്തിൽപ്പെട്ടവർ മാത്രമേ വിശ്വാസത്തിൽ വരാൻ പാടുള്ളൂ. പക്ഷേ കുടുംബം വളരെ പ്രധാനമാണേ. അപ്പൊ അവര് കുലീനന്മാരായിരുന്നു. അതുകൊണ്ട് എന്താ പ്രത്യേകത എന്നുണ്ടോ? താട്ട് വായിച്ചു. അവർ
ശ്രേഷ്ഠ ഉത്തമന്മാരായിരുന്നു അവർ. വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ കണ്ടോ, ഒന്ന് അവരുടെ പ്രത്യേകത, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു എന്നാണ്. എന്താ പൂർണ്ണ ജാഗ്രത? വിത്ത് റെഡിനെസ് ഓഫ് മൈൻഡ്. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ വിത്ത് റെഡിനെസ് ഓഫ് മൈൻഡ്. പ്രോത്തുമിയ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. പ്രോത്തുമിയ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നറിയോ? വിത്ത് സീൽ ഓർ വിത്ത് സ്പിരിറ്റ് ഓർ വിത്ത് ഈഗർനെസ്. ജാഗ്രതയോടെ താല്പര്യത്തോടെ അവർ വചനം കൈക്കൊണ്ടു. ഒന്നാമത്തെ പ്രത്യേകത, ബെറോവക്കാരായ വിശ്വാസികളുടെ പ്രത്യേകത ഇതാണ്. ഉഴപ്പിത്തല്ലിയൊന്നും അല്ല അവര് ദൈവസന്നിധി വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഓർത്തോണം കേട്ടോ. ദൈവജനം പഠിക്കാൻ വരിക നമ്മള് ഉഴപ്പിത്തല്ലി ഒരു അഴകുഴം അല്ല, കൃത്യമായി. അതിനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവർക്കും ബുക്ക് വേണം, ഒരു ബുക്ക് വേണം. നിങ്ങൾ കേൾക്കുന്നത് നല്ല വചനമാണെങ്കിൽ അതിൽ എഴുതി വെക്കണം. നിങ്ങളൊരു ഡയറി സംഘടിപ്പിക്കണം. എന്നിട്ട് കൂട്ടായ്മകൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പേനയും നല്ലൊരു ഡയറിയും വേദപുസ്തകത്തോടൊപ്പം നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ കേൾക്കുന്ന നല്ല ക്ലാസ്സുകളും നല്ല വചന ശുശ്രൂഷയും ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം. അതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഈഗർനെസ്, ഒരു ജാഗ്രത, ദൈവവചനത്തെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം. വളരെ ചുരുക്കം ആളുകളാണ് സത്യത്തില് അങ്ങനെ ഞാൻ കാണുന്നത്. ഒരുതരം വായിക്കോട്ടായിട്ട് ഒരു അക്ഷമരായി ഒരു താല്പര്യവും ഇല്ലാതൊക്കെ ആ വചനം കേൾക്കാൻ വരുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സിനൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്ന് കുളിച്ച് വൃത്തിയായി ഭംഗിയായി കേട്ടോ, വളരെ താല്പര്യത്തോടെ ഒരു ഡയറിയൊക്കെ എടുത്ത് വേദപുസ്തകം എടുത്ത് തെളിയുന്ന ഒരു പേന എടുക്കുക. ചിലർ പേന തെളിയുകയല്ല, കയ്യിലുണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഇതിനിടയ്ക്കെല്ലാം ഉപദേശിക്കിട്ട് നോക്കിക്കൊണ്ട് പേന കുടയുന്നത് കാണാം. എന്തിനാ ഇയാളത് കൊണ്ടുവന്നത്? എഴുതാൻ കൊള്ളുകയിലെ പേന പിന്നെന്തിന്? ഉപദേശിക്കിട്ട് നോക്കിയിട്ട് കുടയുക. നല്ല കാര്യമാണ്. കൊള്ളാവുന്ന ഒരു പേന വീട്ടിൽ സംഘടിപ്പിച്ചില്ല, മേടിക്കുന്ന 10 രൂപ കൊടുത്താൽ ഇന്ന് നല്ല പേന കിട്ടുമല്ലോ. ഞാൻ അതുകൊണ്ട് അതേണ്ട ഈ പുസ്തകമൊക്കെ എഴുതുന്നത് 10 രൂപ പേനയ. അല്ല വലിയ കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഡസൻ കണക്കിന് പേന വേണം ഓരോ മാസവും. അങ്ങനെ വരുന്നതുകൊണ്ട് എനിക്ക് 10 രൂപയുടെ നല്ല കറുത്ത ജെല്ല് പേന കൊണ്ടാ ഞാൻ എഴുതുന്നത്. നല്ല പേന, നല്ല സുന്ദരം പേനകളാന്നേ. അതൊക്കെ ഒന്ന് വാങ്ങിച്ചു വെച്ചേ. വേദപുസ്തകത്തിന്റെ കൂടെ ജാഗ്രതയോടെ വേദപുസ്തകം കൈക്കൊള്ളണം. നല്ല മാതൃകകൾ നമ്മൾ കണ്ടുപഠിക്കണം. ഈ ഉഴപ്പിൻ തല്ലിയൊക്കെ ഉള്ള പരിപാടി അങ്ങ് നിർത്തും. നമ്മൾ നല്ല വിശ്വാസികളായിരിക്കണം കേട്ടോ. അവർ ജാഗ്രതയോടെ, പൂർണ്ണ ജാഗ്രതയോടെ വചനം കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ഈ കേട്ടത് അതുപോലെ വിഴുങ്ങരുത്. എല്ലാ ദൈവദാസന്മാരും പ്രസംഗിക്കുന്നതെല്ലാം അതുപോലെ അങ്ങ് ഏറ്റെടുത്ത് സ്വോത്രം പറഞ്ഞേക്കരുത്. ചിലരിങ്ങനെ തുടങ്ങ പാസ്റ്റർ ഏതാണ്ട് പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് കൈയടിച്ചങ്ങ് കൊണ്ടിളകും. എല്ലാം അങ്ങ് ഏറ്റെടുക്കുക. ശരി ഏതാ തെറ്റേതാ ഇതൊന്നും വിഷയമല്ല. എല്ലാത്തിനും സ്തോത്രം പറയുക, എല്ലാത്തിനും ആമേൻ പറയുക. ചെയ്യരുത് 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 കേട്ടോ. അങ്ങനെ വാദിക്കുന്ന ഒരാളാ ഞാൻ. എന്റെ ക്ലാസ്സിനോ പ്രസംഗത്തിനോ ഒന്നും അങ്ങനെ കൈയടിച്ച് ബഹളം ഉണ്ടാക്കാൻ ഞാൻ നിർബന്ധിക്കുകയില്ല. അങ്ങനെ വന്നാൽ തന്നെ ഞാൻ പറയും, ഒന്ന് അടങ്ങിയിരുന്നേ, ഞാൻ വചനം ശുശ്രൂഷിച്ച് കഴിഞ്ഞ് വേണം ചെയ്തോളാൻ പറയും. കാരണം ഞാൻ ഈ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്ക് പറയാനുണ്ട്, വചനത്തിൽ നിന്ന് പറയാനുണ്ട്. അത് കേൾക്കണമെന്നുള്ളതാണ്. അത് കേൾപ്പിക്കാതിരിക്കാനായി ഈ പിശാച് കൊണ്ട് ഇളകുന്നത് ഇടയ്ക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണേ. വചനം കേൾക്കുക മാത്രം, അത് കേൾക്കണം. ഇതിനിടയ്ക്ക് അടുത്തിരുന്നുകൊണ്ട് വല്ലാതെ കൈയടിച്ച് ബഹളം ഉണ്ടാക്കുന്നവരോട് അടങ്ങിയിരിക്കാൻ പറയണം. യോഗം കഴിഞ്ഞേച്ച് ഞങ്ങളെല്ലാം പോയി കഴിഞ്ഞേച്ച് ഹോളിനകത്ത് വെറുതെ ഇത് ഒറ്റയ്ക്കിരുന്ന് അടിച്ചോളാൻ പറയണം. അപ്പൊ വചനം കേൾക്കുക മാത്രമല്ല, അത് എന്ത് ചെയ്തു? അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു.
നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭയങ്കരം ഒരു അവകാശമാണ്, ഒരു പ്രിവിലേജ് ആണ്. കേൾക്കുന്ന വാക്യങ്ങൾക്കും പ്രസംഗത്തിനും എല്ലാം കൈയടിച്ച് ഏലായിട്ട് കൊടുക്കാതെ കേൾക്കുന്ന വചനം നമ്മൾ കുറിച്ചെടുത്തിട്ട് അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന ഒരു ഭയങ്കര അവകാശമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വന്ന് കയറി പ്രസംഗിക്കുന്നത് കേട്ടോണ്ട് കൈയടിച്ച് ബഹളം ഉണ്ടാക്കരുത്. എല്ലാം ഒന്ന് അംഗീകരിക്കാനും പോകണ്ട. അത് ഞാൻ പറയുന്നതാണേലും വചനത്തിൽ അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ അവസരമുണ്ട്. പരിശോധിക്കുക എന്ന് പറഞ്ഞാലേ അനാക്രിനോ എന്ന് പറഞ്ഞൊരു പദമാണ് അവിടെ കിടക്കുന്നത്. അനാക്രിനോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എക്സാമിനെന്നോ ജഡ്ജെന്നോ ഇൻവെസ്റ്റിഗേറ്റ് എന്നോ സ്ക്രൂട്ടിനൈസ് എന്നോ അർത്ഥം വരുന്നൊരു പദമാണ്. മലയാളത്തിൽ പറയാം, പരിശോധിക്കുക എന്നോ വിധിക്കുക എന്നോ വിദഗ്ധ അന്വേഷണം നടത്തുക എന്നോ ചേർത്ത് വെച്ച് അടുത്തു വെച്ച് നോക്കുക, സൂക്ഷ്മ പരിശോധന ചെയ്യുക എന്നോ അർത്ഥം വരുന്നൊരു പദമാണ് പരിശോധിക്കുക എന്ന്. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി എന്റെ അടക്കം പ്രസംഗോ ക്ലാസ്സോ കേട്ടിട്ട് അത് 100% അങ്ങനെ എടുത്ത് വിഴുങ്ങരുത്. അത് ഞാൻ പ്രസംഗിച്ചാലും ഞാൻ പറഞ്ഞാലും കൊള്ളാം. നിങ്ങളത് കുറിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെയോ, കൈ വേറെ പുസ്തകമല്ലേ ഇരിക്കുന്നേ, നിങ്ങളുടെ കൈ വേറെ പുസ്തകം ദൈവം തന്നിട്ടുണ്ടല്ലോ, അത് പരിശോധിക്കണം, അത് വിധിക്കണം, ജഡ്ജ് ചെയ്യണമെന്ന്. ഒരു ജഡ്ജി ഇരുന്നുകൊണ്ട് ഒരു കേസ് പഠിച്ച് വിധിക്കുന്ന, കേൾക്കുന്ന പ്രസംഗങ്ങളെ വചനങ്ങളെ നിങ്ങൾ വിലയിരുത്തണം. എന്നാ അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് ഓർത്ത് നോക്കി. അതുകൊണ്ട് ആര് വന്നാലും ഏലായിട്ട് കൊടുക്കുന്ന ഏതാ? ഹല്ലേലൂയ സ്തോത്രം. കൈപൊക്കി ഒരു 3 ഹല്ലേലൂയ പോടുവോ. നമ്മൾ പിന്നെ അങ്ങ് പോടാനിരിക്കുകയല്ലേ. ആര് വന്നാലും പോടാൻ നമ്മൾ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക. അത് പിശാചിനും അറിയാം. അതിനെ ഈ പോടിക്കുന്നത് നമ്മളെ കൊണ്ട്. ഇതങ്ങ് നിർത്ത് പരിപാടി, ഈ ബഹളം വൈ അങ്ങ് നിർത്ത്. എന്നിട്ട് സൂക്ഷ്മമായിട്ട് ദൈവത്തിനും കേട്ടു പഠിക്ക്. ബെരോവ വിശ്വാസികളുടെ കുലീനത അതാ. മനസ്സിലായോ? അവര് രാജകുടുംബത്തിൽ പറഞ്ഞത് കൊണ്ടല്ല അവര് കുലീനന്മാരെന്ന് പറയുന്നത്. മാന്യന്മാരാ അവര്. കേൾക്കുന്നതെല്ലാം കൂടെ വിശ്വസിക്കാനും അതിനെല്ലാം ഹല്ലേലൂയ പറയാനും സ്തോത്രം പറയാനും അവരിയ്ക്കുകയില്ല. അതിനെല്ലാം കൈയടിച്ചു കൊടുക്കുകയില്ല. കേട്ടിട്ട് അത് കുറിച്ചെടുത്തിട്ട് അവര് വചനം സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. ഇതിനകത്തുണ്ടോ അങ്ങനെ, ഈ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടോ? അതുകൊണ്ട് കേട്ടോ, നമ്മുടെ സഭയിലൊക്കെ വീരന്മാർ കയറി വരും ഇടയ്ക്ക്. വേണ്ടാത്തതൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതിനും കൈയടിക്കുക. ഇത് നീ മറുപടി കൊടുക്കേണ്ടി വരും, നീ മറുപടി പറയേണ്ടി വരും. ദയവ് ചെയ്ത് അതിന് പോകരുത്. ഈ ദൈവമേ ദൈവസഭയ്ക്ക് തന്ന 2-3 അവകാശങ്ങളുണ്ട്. അതിലൊന്നായത് നീ വേറൊരു അവകാശം കൂടെ പറയാം. ഏതായാലും പറഞ്ഞു വന്നതുകൊണ്ട് അതുകൂടെ ഒന്ന് പറഞ്ഞു ചെയ്യാനങ്ങ് പോകാം. രണ്ടാമത് വേറൊരു അവകാശമുണ്ട്. ഇതൊന്ന് വചനം അങ്ങനെ തന്നെയോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. സാറേ പറഞ്ഞോ. അവര് പരിശോധിച്ച ന്യായപ്രമാണമാണോ സാറേ പരിശോധിച്ചത്? വചനം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വചനം പഴയ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ സത്യത്തിൽ അവരുടെ കയ്യില് പ്രധാനമായിട്ടുണ്ടായിരുന്നത് പഴയ നിയമമായിരുന്നു. പഴയ നിയമം മൊത്തമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ എഴുതി തുടങ്ങിയ ചില ചാക്രിക ലേഖനങ്ങൾ മാത്രമാണ് പുതിയ നിയമമായിട്ട് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. 1-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, 50 AD 50-55 ആകുമ്പോഴത്തേക്ക് ലേഖനങ്ങളൊക്കെ തുടങ്ങിയല്ലോ, എഴുതി തുടങ്ങിയല്ലോ.
അപ്പൊ അതും പരിശോധിച്ചിരിക്കാം. അപ്പൊ പുതിയ നിയമസഭയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞു, എഴുതപ്പെട്ടതിനേക്കാൾ പാട്ടുപോലെ, അങ്ങനെയാണല്ലോ ഉപദേശം ആദ്യം തുടങ്ങിയത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നോ? നിങ്ങളുടെ ക്ലാസ്സിലാണോ ഉപദേശം ആദ്യം? നിങ്ങൾക്കല്ല പറഞ്ഞത് അല്ലേ? ഉപദേശം, ക്രിസ്തീയ സഭയുടെ ഉപദേശം എഴുതപ്പെടുന്നതിന് മുൻപ് അപ്പോസ്തലന്മാർ ദൈവസഭയെ പഠിപ്പിച്ചിട്ട് അത് പാട്ടുപോലെ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ പ്രചാരം സിദ്ധിച്ചിരുന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വരമൊഴി ആയിരുന്നില്ല, വാമൊഴിയായിരുന്നു. ഞാൻ ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പലയിടത്തിൽ നിന്ന് എടുക്കാം. ഒരെണ്ണം ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ 1 കൊരിന്ത്യർ, അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് നിൽക്കട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുത്തേ. 15-ാം അധ്യായത്തില് 15-1 മുതൽ നിങ്ങൾ വായിച്ചേ. 1-ാം നൂറ്റാണ്ടിൽ നിലവിൽ നിന്ന ഒരു പാട്ടായത് കേട്ടോ. പാട്ടുരൂപത്തിൽ ഉപദേശങ്ങൾ സഭകളിൽ കറങ്ങിയിരുന്നു. എന്തിനാണെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിലെ ജനവിഭാഗങ്ങളൊന്നും അത്ര വിദ്യാഭ്യാസമുള്ളവര് ആയിരുന്നില്ല, വലിയ വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നില്ല. അതുകൊണ്ട് എളുപ്പം ഓർത്തിരിക്കാൻ തക്ക നിലയിൽ പാട്ടുപോലെ അപ്പോസ്തലന്മാര് അവരെ ഉപദേശം പഠിപ്പിച്ചിരുന്നു. 15 തൊട്ടൊന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 15 തൊട്ട് 1 തൊട്ട്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികയും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതെട്ടോ, ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചു. അന്ന് പുസ്തകം എഴുതിയില്ല, പുസ്തകമൊക്കെ എഴുതി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തെസ്സലോനിക്ക ലേഖനമല്ലേ എഴുതുന്നേ അല്ലേ? അപ്പോ സുവിശേഷമൊന്നും അന്ന് എഴുതപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത് അത് വാക്കാല, വാമൊഴിയാണ്, വരമൊഴി ആയിട്ടില്ല, വാമൊഴിയാണ്. അത് ഇന്നവിധം എന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം നിങ്ങളെ. അപ്പൊ ലേഖനം എഴുതിയപ്പോഴത്തേക്ക് ഞാൻ പറയുക, ഞാൻ അന്ന് പറഞ്ഞ സുവിശേഷം ഇതാണ് എന്ന് പറഞ്ഞു വെച്ചാൽ അതിന് വരമൊഴി കൊടുക്കുക, ആ വാമൊഴിക്ക് വരമൊഴി കൊടുക്കുക. പറഞ്ഞേ, വായിച്ചേ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ആദ്യമായിട്ട് ഏൽപ്പിച്ചു തന്നു. കണ്ട, അപ്പൊ ഇതൊരു പാട്ട് പോലെയാണേ. നിങ്ങളെ ഈ ഇംഗ്ലീഷ് ബൈബിളെ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ NIV എന്ന് പറയും. നിങ്ങൾ ആ തർജ്ജമ ഒന്ന് എടുത്തു നോക്കിയാലുണ്ടല്ലോ, ഈ ഭാഗം ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് മലയാളത്തിൽ അത് വ്യക്തമല്ല, മലയാളത്തിൽ അങ്ങ് ചുമ്മാ നീട്ടിപ്പിടിച്ചങ്ങ് എഴുതി പോവുകയാണ്. എന്നാൽ അത് ഇൻവേർട്ടഡ് കോമ എന്നൊരു പാട്ട് പോലെ എന്ന് പറഞ്ഞാല് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ പുതിയ നിയമ ലേഖനങ്ങളും സുവിശേഷങ്ങളും എഴുതുന്നതിന് മുൻപ് ഇങ്ങനെ പഠിച്ച് കാണാപ്പാഠം പഠിച്ച് ചൊല്ലിയ ആ ഉപദേശ രൂപമാണിത്. പൗലോസ് പറയുകയാണ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. ഇതൊരു പാട്ട് പോലെ അവരെ പഠിപ്പിച്ചിരിക്കുക. ഇനിയും കാണിക്കാം. നിങ്ങൾ ഫിലിപ്പിയ ലേഖനം എടുത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ പല ഭാഗങ്ങൾ പലയിടത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലെ 2-6 മുതൽ ഇതും നിങ്ങൾ NIV നിങ്ങൾ നോക്കാമെങ്കിൽ, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ നോക്കാമെങ്കിൽ അവിടെ ഇൻവേർട്ടഡ് കോമയ്ക്കകത്താ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വായിച്ചേ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇതൊരു പാട്ടുപോലെ 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭകൾക്കിടയിൽ പ്രചരിച്ചിരുന്ന
ഉപദേശത്തിന്റെ കരട് രൂപമാണ്. ഇനി ഇത്തരം ഒത്തിരി വേണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ. പലയിടത്ത് നമുക്ക് ഇത്തരം പ്രയോഗങ്ങൾ കാണാനായിട്ട് കഴിയും. ഉപദേശം പാട്ടുരൂപത്തിൽ ഇങ്ങനെ കാണുക. അതിനെക്കുറിച്ച് വീണ്ടും പൗലോസ് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ഗലാത്യ ലേഖനം ഒന്നെടുത്ത് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ ഒന്ന് വായിച്ചേ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന് സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഏതാ? അന്ന് പുസ്തകം എഴുതിയിട്ടില്ല. പുസ്തകം എഴുതുന്നതിന് മുൻപേ ഞങ്ങൾ വാക്കുകളായി നിങ്ങളോട് അറിയിച്ചത്. നിങ്ങൾക്ക് എഴുതി തന്നല്ല, നിങ്ങൾക്ക് എഴുതിയതിനൊന്നല്ല എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന്. കണ്ടോ, ആ വാചിക രൂപമാണ്. അഥവാ നമ്മൾ പറയുന്നത് വാമൊഴി എന്ന് പറയും. അപ്പൊ സുവിശേഷം വാമൊഴി രൂപത്തിലായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ പ്രചരിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചതിന് വിരുദ്ധമായി വിപരീതമായി ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷം ഇല്ലേ, അതിന് വിരുദ്ധമായി ഇനി ഞങ്ങൾ വന്ന് പറഞ്ഞാലും വേണ്ട, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാലും എന്ത് ചെയ്യരുത്, അവൻ ശപിക്കപ്പെട്ടവനാണ്. നിങ്ങൾ ആക്കുന്നുണ്ടോ? അന്ന് വാമൊഴിയായി മാത്രമാണ് ഗലാത്യ സഭയ്ക്ക് സുവിശേഷം ലഭിച്ചിരുന്നത് എന്ന് പറഞ്ഞ പൗലോസ് ഈ ലേഖനം എഴുതുന്നതിന് മുൻപ്. അതിന് വിപരീതമായി ഇനി ഞങ്ങളാകട്ടെ എന്ന് പറഞ്ഞ ഞങ്ങൾ അപ്പോസ്തലന്മാരാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് നിങ്ങളോട് പഠിപ്പിച്ചാൽ, നിങ്ങളോട് പറഞ്ഞാൽ അവൻ ശാപിക്കപ്പെട്ടവൻ. നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ശാപം എന്നൊക്കെ പറയുന്നത് ഇപ്പം കുറെ ശാപം പൊട്ടിക്കലുകാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ശാപം പൊട്ടിക്കൽ അല്ലേ, കസ് ബ്രേക്കിംഗ്. നിങ്ങൾ അവിടെയൊക്കെ വന്ന് കാണുമായിരിക്കും ഇതൊക്കെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥന. തലമുറകളുടെ ശാപം അല്ലേ, ഇതെല്ലാം ശാപമാണെന്നാ പറയുന്നത്. ഇതെല്ലാം പൊട്ടിക്കുകയും പുള്ളി. ഈ ശാപം എന്ന് പറയുന്നത് എന്നാന്നറിയാമോ? പാപത്തിന് വിരുദ്ധമായി, പാപത്തിനെതിരെ ദൈവത്തിന്റെ ന്യായവിധിയെയാണ് ശാപം എന്ന് വിളിക്കുന്നത്. നമുക്കത് പഠിപ്പിക്കാൻ നേരമില്ല ശാപം എന്നാന്നൊക്കെ. ഞാൻ എഴുതിയൊരു പുസ്തകം, നിങ്ങൾക്ക് അതിൽ നിന്നാണ് 1-2 അധ്യായം തരണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞത്. സാറിന്റെ കയ്യിൽ ഉണ്ട് ആ പുസ്തകം. അതിനകത്തെ ശാപമഴിക്കൽ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. നിങ്ങൾ ആ പുസ്തകം വേണ്ടവർക്ക് തന്ന കുറെ പുസ്തകങ്ങളുടെ എൻ്റെ ഉണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം തരാം. അല്ലെങ്കിൽ നിങ്ങൾ സാറിന് ഇരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വേണേ വായിച്ചു. അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന് 200 രൂപയോളാകും. നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് വന്നാൽ ആരെങ്കിലും വിട്ടാൽ നിങ്ങൾക്ക് അത് ലാഭമാകും. എൻ്റെ കയ്യിലുണ്ട്. ഈ ശാപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയെയാണ് ശാപം എന്ന് വേദപുസ്തകം പറയുന്നത്. അതാണ് ഡെഫിനീഷൻ. അപ്പൊ പാപത്തിനെതിരെ ദൈവത്തിന്റെ ശാപം ഏതാ? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അല്ലേ? അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ പ്രമാണം ലംഘിക്കുന്നവനെ അഥവാ പാപം ചെയ്യുന്നവനെ ദൈവം വിധിച്ചിരിക്കുന്ന ശിക്ഷയാണ് മരണം. ആ മരണം മൂക്കിന്ന് ശ്വാസം പോകുന്ന മരണമല്ല, നിത്യമരണമാണത്.
പാപിക്ക് ദൈവം കൊടുക്കുന്നത് നിത്യമരണം അഥവാ നരകമാണ്. അതാ ശാപം എന്ന് പറയുന്നത്. അതാ ശാപം എന്ന് പറയുന്നത്. അല്ല പ്രാർത്ഥിച്ചിട്ട് ഏതാണ്ട് കിട്ടാതിരുന്നതല്ല ശാപം എന്ന് പറയുന്നത്. സൂക്കേട് വന്നതല്ല ശാപം എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഓർത്തോണം, രോഗം വരുന്നത് ശാപമല്ല കേട്ടോ. വീട്ടിൽ ഒരു അനർത്ഥം വന്നത് ശാപമല്ല. പെടുമരണങ്ങൾ ഉണ്ടായത് ശാപമല്ല. യേശുവിനെ ഒരു വ്യക്തി രക്ഷകനായി സ്വീകരിക്കുന്നതിനോട് കൂടി നമ്മുടെ ശാപം പൊട്ടിപ്പോയി. നമ്മുടെ ശാപം എന്നതായിരുന്നു? നിത്യമരണം, നിത്യനരകം. നിത്യനരകം അതിൽ കുറഞ്ഞു തന്നെ ശാപം. അതാ ശാപം എന്ന് പറയുന്നത്. ആ ശാപം കർത്താവിനെ സ്വീകരിച്ചതോടുകൂടി തീർന്നില്ലേ? തീർന്നോ? ഇനി ശാപം ഉണ്ടോ? ഇനി ശാപം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ പാപം ചെയ്തോണ്ട് ഇപ്പോഴും ഇരിക്കുക എന്ന അർത്ഥം. പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടിയില്ലെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ പാപത്തിനെതിരെ ദൈവം വെളിപ്പെടുത്തുന്ന ശാപമാണ് നരകം. അതിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിച്ചു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതോട് കൂടി നമ്മൾ അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അപ്പൊ ഇനി നമുക്ക് ശാപമുണ്ടോ? ദൈവമക്കൾക്ക് ശാപമുണ്ടോ? ഇനി ഇല്ലെന്ന് പറഞ്ഞേ, എന്ന് ധൈര്യത്തിൽ പറഞ്ഞേ. അതാ വേദപുസ്തകം പറയുന്നത്. കാരണം അതെല്ലാം തെളിയിച്ചുകൊണ്ടിരാൻ എനിക്ക് നേരമില്ല. നിങ്ങൾ ആ ശാപമഴിക്കൽ, ആ പൊട്ടിക്കൽ ആ പുസ്തകത്തിനകത്ത് നിന്ന് വായിച്ചു. ശാപമഴിക്കൽ വിവാദം. ഇനി ശാപമൊന്നുമില്ല കേട്ടോ. പക്ഷേ ശാപം ഇപ്പോഴും ഉണ്ട് ചിലർക്ക്. ആരാന്നറിയാമോ? ശരിയായ ദൈവവചനത്തിന് വിരുദ്ധമായി നിങ്ങളുടെ നടുവിൽ വന്ന് ദുരുപദേശം പഠിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതാ പൗലോസ് പറഞ്ഞത്. മനസ്സിലായോ? വചനത്തിലില്ലാത്തത് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ച് നിങ്ങളുടെ സഭയെ ഇളക്കുന്ന ആളുകൾക്ക് നിത്യ നരകമാണ് ഫലം. അവർക്ക് വെള്ള ഉടുപ്പുണ്ടാകാം, ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ടുണ്ടാകാം, തലമുടി പറ്റ വെട്ടി മീശ വടിച്ചിട്ടുണ്ടാകാം കേട്ടോ. BMW കാറുണ്ടാകാം, 3 നില വീടും കാണാം. പക്ഷേ അവൻ ചെന്ന് അവസാനിക്കുന്ന എവിടെയാണെന്നറിയാമോ? നിത്യനരകത്തിലായിരിക്കും. അവൻ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കും, സഭയുടെ പ്രസിഡന്റ് ആയിരിക്കും. പക്ഷെ ദൈവവചനത്തിന് വിരുദ്ധമായി, ഉപദേശത്തിന് വിരുദ്ധമായി സഭയിൽ വന്ന് ദുരുപദേശം പ്രസംഗിക്കുന്നവൻ നിത്യനരകത്തിലെത്തും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ ക്ലാസ് കുറെ കൂടെ നീട്ടിക്കൊണ്ട് പോകാമെങ്കിൽ നമുക്ക് പലതും ചിന്തിക്കാറുണ്ട്. ഇനി താഴോട്ടൊന്ന് വായിക്കാമോ? ചൂടെ താഴോട്ടൊന്ന് വായിച്ചേ. അവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത്, ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, വാമൊഴിയ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു. നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അവൻ ശപിക്കപ്പെട്ടവൻ. അനാത്തമ എബ്രായ പദം, ഗ്രീക്ക് പദം. അവൻ ശപിക്കപ്പെട്ടവൻ. അവൻ എവിടെ ചെന്ന് അവസാനിക്കും? അനാത്തമ, അവൻ ശപിക്കപ്പെട്ടവൻ. എന്താ ശാപം? നിത്യനരകം. പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ശാപം നിത്യനരകം. അവൻ നിത്യനരകത്തിൽ ചെന്ന് അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് സഭയുടെ പ്രസിഡന്റ് ആണെങ്കിലും കൊള്ളാം, അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗകനാണേലും കൊള്ളാം, ബൈബിൾ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആണേലും കൊള്ളാം, ദൈവവചനത്തിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നവൻ നിത്യനരകത്തിന് അവകാശിയായി മാറും. അതുകൊണ്ട് അതിനെല്ലാം ചെന്ന് കൈയടിച്ചു കൊടുക്കരുത്. അതുകൊണ്ടാ പറഞ്ഞ ബെറവക്കാര് ചെയ്യുന്നത് പോലെ അന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്നത് പഴയ നിയമവും വാമൊഴിയായി കിട്ടിയിരിക്കുന്ന ഉപദേശ രൂപങ്ങളും അന്ന് കറങ്ങാൻ തുടങ്ങിയ എന്ന് പറഞ്ഞ വിരളമായി കറങ്ങാൻ തുടങ്ങിയ ചില കത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ഉപദേശം, അവർക്ക് ദൈവവചനം എന്ന് പറയുന്നത്. അപ്പൊ ഈ കേട്ട വചനമെല്ലാം
അവർക്ക് ഉള്ള സോഴ്സ് വെച്ച് അവർ പരിശോധിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് വേദപുസ്തകം പൂർണ്ണമായി നമ്മുടെ സ്വന്തം ഭാഷയിൽ നമുക്ക് ദൈവം അച്ചടിച്ച് നൽകിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം കയ്യിൽ അതുണ്ട് അല്ലേ? ഓരോ വീട്ടിലും എത്ര വേദപുസ്തകം ഇരിപ്പുണ്ടെന്നറിയാമോ? നിങ്ങൾ ആലോചിക്കേ. ഈ കേൾക്കുന്നതിനെല്ലാം സ്തോത്രം പറയണോ? കേൾക്കുന്നതിനെല്ലാം ഹല്ലേലൂയ പറയണോ? കൈ വേദപുസ്തകം ഇരിപ്പില്ലേ? നിങ്ങൾ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവരല്ലേ? അത് കൃത്യമായി പഠിക്കുന്നവരല്ലേ? അപ്പൊ ഇതിനെല്ലാം നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പറയരുത്. ബറോവക്കാരെ പോലെ വചനം കേട്ടാൽ ആ വചനം നിങ്ങൾ ജഡ്ജ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അനക്രിനോ അനക്രിനോ ക്രീന എന്ന് പറഞ്ഞ വിധിക്കുക എന്നർത്ഥം. ക്രീന വിധിക്കുക. അനക്രിനോ എന്ന് പറഞ്ഞ യു ഹാവ് ടു എക്സാമിൻ ആൻഡ് ജഡ്ജ്. സൂക്ഷ്മ പരിശോധന നടത്തി വിധിക്കുക. നമുക്ക് അതിന് ദൈവം തന്നിട്ടുണ്ട്, അതിന് അറിവ് തന്നിട്ടുണ്ട്, അതിന് ഗ്രാഹ്യം തന്നിട്ടുണ്ട്, അതിന്റെ കൃപ തന്നിട്ടുണ്ട്, അതിലെല്ലാറ്റിലുപരി അതിനുള്ള അധികാരം തന്നിട്ടുണ്ട്. മടിക്കണ്ട കേട്ടോ. ദൈവവചനത്തിൽ കാണാത്ത ഒരിറക്കുമതിയും ദൈവസഭയിൽ അനുവദിച്ചു കൊടുക്കരുത്. നിങ്ങളിരിക്കും കാലം ഇതൊക്കെ സഭയിൽ ഉണ്ടാകുമെന്ന് കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞല്ലോ. മത്തായി 7 കാണുന്നത്. ഇത്രയും പറഞ്ഞപ്പോഴേ ഒരു വാക്യം നിങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കേണ്ടത് ആവശ്യം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി ഒന്ന് എടുത്തേ. അപ്പോസ്തല പ്രവൃത്തിയിലെ നമ്മുടെ പൗലോസിന്റെ ഒരു വാക്യം, പൗലോസ് പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് വായിക്കണേ. ഈ 20-ാം അധ്യായത്തിന്റെ 29 തുടങ്ങി പൗലോസ് മിലേത്തേസിൽ നിന്നും ഇങ്ങനെ യാത്ര ചെയ്യുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയോ? ആസിയില് ഉള്ള പാഷമാരെ മൂപ്പന്മാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞ ഒരു സെൻഡ് ഓഫ് പോലെ അവരോട് യാത്ര പറയുമ്പോൾ പല കാര്യങ്ങളും അവരോട് പറയുക. സെൻഡ് ഓഫ് മീറ്റിങ്ങിന് നമ്മളെ പാഷമാരെ സെൻഡ് ഓഫ് ചെയ്യലേ. അപ്പൊ അവരുടെ മറുപടി പ്രസംഗം പോലെ പല കാര്യങ്ങൾ പൗലോസ് അവരെ ആസിക്കാരായ മൂപ്പന്മാരെ പ്രതിപുരുഷന്മാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഭാഗമാണ്. ആ പറയുന്നതിലൊന്നാണ് അതിന്റെ 20-ന്റെ 29. ഞാൻ പോയ ശേഷം അങ്ങനെ പറഞ്ഞേ. ഞാൻ പോയ ശേഷം കൃത്യങ്ങളൊക്കെ ഞാൻ പോയ ശേഷം എന്ന് പറഞ്ഞ ഞാനിപ്പോ പോവുക, ഇവിടുന്ന് പോവുക. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന്. അതേതാ? അരിക്കൊമ്പനാണോ? ചക്കക്കൊമ്പനം വരുമെന്നാണോ പറഞ്ഞേ? കാട്ടുപോത്തിറങ്ങുമെന്നാണോ പറഞ്ഞേ? ഏതാ ഈ കൊടിയ ചെന്നായ്ക്കൾ? അതെന്നതാണെന്ന് കാണണേ കർത്താവ് പറഞ്ഞു എടുക്കണം. മത്തായി 7 പോകണം അല്ലേ? കർത്താവ് പറഞ്ഞത് കൊടിയ ചെന്നായ്ക്കൾ എന്താ? ആടുകളുടെ വേഷം ധരിച്ച് ദൈവസഭയ്ക്കകത്ത് പ്രവേശിക്കുന്ന ചില ചെന്നായിക്കൂട്ടങ്ങളുണ്ട്. A wolf in sheep's clothing. എന്നതാ? ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ. അത് തന്നെയാ പൗലോസ് ഇവിടെ ഉദ്ദേശിച്ചത്. ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ എന്ന് പറഞ്ഞ ആടുകളുടെ വേഷം. കറക്റ്റ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുകയല്ല കേട്ടോ. നമ്മളെക്കാൾ വേഷം കെട്ടിയാ വരുന്നത്. നല്ല വെള്ള ഉടുപ്പും. എനിക്ക് തോന്നുന്നു ഉജാല കൂടുതൽ മുക്കും അവര്. ഇച്ചിരൂടെ വെളുപ്പിക്കും. ഡെയിലി ഷേവ. മുഖമൊക്കെ അങ്ങ് തിളങ്ങും. പറ്റ മുടി വെട്ടും. ഫുൾ കൈ പണ്ട് പറഞ്ഞ പോലെ കാലേ പാൻറ്റും കയ്യേ പാൻറ്റും ആയിട്ടാ വരുന്നെന്ന് പറഞ്ഞ പോലെ കാലിലും പാൻറ്റിടും കയ്യിലും പാൻറ്റിട്ടുണ്ടാ വരുന്നേ ഉപദേശി. കണ്ടപ്പം വല്ലതും മനസ്സിലായോ? ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേഷം കണ്ടാ അറിയാവോ? ഇല്ല. അതാ പറഞ്ഞത്. ആടിന്റെ വേഷം കൊണ്ട് ചില കൊടിയ ചെന്നായ്ക്കൾ. അതാ കർത്താവ് പറഞ്ഞത്. അതാ ഇവിടെ പറഞ്ഞത്. കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. എപ്പോഴാ? അത് എപ്പോഴാന്നാ പറഞ്ഞേ? ഞാൻ പോയ ശേഷം. ഞാൻ പോയ ശേഷം.
അതിന്റെ ഒരു അർത്ഥം വരുക, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ അടുക്ക വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരുന്നത് ഒന്ന് പറയാവോ? പറഞ്ഞേ, ചിന്തിച്ചു പറഞ്ഞേ, ആ ഭാഗം വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത എന്ന് പറഞ്ഞാൽ ദൈവസഭയെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നതാ? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ തന്നെ പറയാം. ഞാൻ ഇരിക്കും കാലം ഒരെണ്ണം ഇതിനകത്ത് കടക്കുകയെന്നല്ലേ ഇതിന്റെ അർത്ഥം? ആണോ? ഞാൻ പോയി കഴിഞ്ഞാൽ ചിലതൊക്കെ കയറി വരും, പക്ഷെ ഞാനിവിടെ ഇരിക്കും കാലം ഓരൊറ്റ ദുരുപദേഷ്ടാക്കൾ ദൈവസഭയ്ക്കകത്ത് കടക്കുകയില്ല. ഇത് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഇത് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ ഈ സഭയിലുള്ളിടത്തോളം കാലം ഓരൊറ്റ ദുരുപദേഷ്ടാവും ഈ സഭയ്ക്കകത്ത് കയറുകയെന്ന് പറ. അല്ല, കേൾക്കുന്നതിനല്ല സ്വോത്രം അല്ലുവലിയായും പറഞ്ഞ് കൊട്ടിപ്പാടി ബഹളവും വെച്ച് നടക്കരുത്. വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഏത് പുത്തൻ പ്രവണതയും കൊണ്ട് നിങ്ങളുടെ അടുക്ക വന്നാലും ഓർത്തു പോകാൻ പറയണം കേട്ടോ. നിങ്ങളുടെ പാസ്റ്റർ ഇതിന് സമ്മതിക്കുകയല്ലേ? പാസ്റ്ററോട് പറയണം, പാസ്റ്റർ ഇത് സമ്മതിക്കുകയല്ലേ, ഇതിനകത്ത് ഇത് അനുവദിക്കുകയെന്ന് പറയണം. ഇത് നടക്കുകയല്ല. ഞാനുള്ളിടത്തോളം കാലം ആ ഒരു ഉത്തരവാദിത്വം ഒന്ന് ഏറ്റെടുത്തേ. ആ ഉത്തരവാദിത്വം ദൈവമക്കളെ ഏറ്റെടുത്തേ. എനിക്കറിയാം നിങ്ങളുടെ പാസ്റ്റർമാരെല്ലാം ബഹളവും കൊണ്ട് തിരുവല്ലയ്ക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ളതൊക്കെ ആയിട്ട് തരുന്നേ. തന്റെ അടുത്ത് പറയണമെന്നേ, തന്റെ അടുത്ത് പറയണം. ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയല്ലേ. ഞാനിരിക്കും കാലം ഒരെണ്ണം ദുരുപദേശം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് വരികയില്ല. ഊതി വീഴ്ത്തും, ഉന്തി വീഴ്ത്തും, വിശുദ്ധ ചിരിയും, വിശുദ്ധ കോരയും, വിശുദ്ധ ഓരിയിടലും, പിന്നെ ഫയർ വിങ്സും കേട്ടോ. ഫയർ വിങ്സ് ഇതിനകത്ത് കയറുകയല്ല കേട്ടോ. കാഹളമൂതാനും പാമ്പിനെ പിടിക്കാനും നടക്കുന്നവനൊന്നും ഞാനിരിക്കും കാലം ഈ സഭയ്ക്കകത്ത് വരികയില്ല. ആരാ? യു ആർ ദ ഗാഡ് ഓഫ് ദ ചർച്ച്. നിങ്ങൾ ദൈവസഭയുടെ കാവൽക്കാരാ. ആ ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വചനം നന്നായി പഠിക്കണം, വേദപുസ്തകം വായിക്കണം, ദിനംതോറും വായിക്കണം, വചനം എന്ത് പറയുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കണം. എന്നിട്ട് ഇനി ബാക്കി 20 കൂടെ. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ, വിപരീതോപദേശം, റിവേഴ്സ് ഡോക്ട്രിൻസ് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന് വിരുദ്ധമായ ഉപദേശം. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞത് ഇപ്പം വേദപുസ്തകത്തിൽ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. അവർക്ക് ഉത്തരവില്ല. വേദപുസ്തകത്തിൽ കാണാത്തത് നിങ്ങൾ അംഗീകരിക്കണ്ട കേട്ടോ. അഭിഷേകം കൊടയുക. അയ്യോ, ബിസ്ലേരിയുടെ കുപ്പിയും വെള്ളവും മേടിച്ചുകൊണ്ട് വന്നിട്ട് വിശ്വാസികളുടെ എല്ലാം തലയിൽ കുപ്പി തുറന്ന് വെള്ളം എറിയുക, കയ്യിലോട്ടെടുത്തിട്ട് എറി എന്നതാ അഭിഷേകമാന്നാ പറഞ്ഞത്. കണ്ടോ നിങ്ങള്? ആ ക്ലിപ്പൊക്കെ കണ്ടായിരുന്ന? കടക്ക് പുറത്തെന്ന് പറയണം. അത് മുഖ്യമന്ത്രിക്ക് മാത്രം പറയാനുള്ളതല്ല, നിനക്കും പറയാനുള്ളതാണ്. ഇതിനകത്ത് നവയും പോകാൻ പറയണം കേട്ടോ. ഈ വെള്ളം കൊണ്ട് ഇതിനകത്ത് കയറരുതെന്ന് പറയണം. കാഹളവും കൊണ്ട് വരുന്നവനോട് പുറത്തെറിക്കാൻ പറയണം. നിങ്ങൾ പറ 1-ാം നൂറ്റാണ്ടിൽ എവിടെയായി നടന്നെന്ന് ചോദിക്കണം. എവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞെന്ന് ചോദിക്കണം. ഇതെവിടെയാ പുതിയ നിയമത്തിൽ നടന്നത്? എവിടെയാ അതിന് ഉപദേശം എന്ന് ചോദിക്കണം. വേദപുസ്തകത്തിൽ കാണാത്തത് നിങ്ങൾ അംഗീകരിക്കണ്ട. ഇല്ല, നിങ്ങളും പോകും, അതാ കുഴപ്പം. ഏതാ അവന് കിട്ടിയ ശാപത്തിന്റെ ഓഹരി പ്രാപിക്കാൻ നീ വങ്ങി ചെല്ലും. അവന്റെ പുറകെ നടക്കുന്നവനും ന്യായം വിധിക്കപ്പെടും. അല്ല, അതവ് മാത്രമല്ല, ഇതിനെല്ലാം ചൂട്ട് പിടിച്ചു കൊടുത്താൽ കുഞ്ഞെ ന്യായവിധി നിന്റെ മേലും വന്നു വീഴും. ഇത്രയൊക്കെ ഓടിയിട്ട് അവസാനം നരകത്തിൽ പോയി കിടക്കേണ്ട കാര്യമുണ്ടോ? എന്റെ പറഞ്ഞ ഒരു വിടുതലും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഒരു ലാഭവും വേണ്ട, എനിക്ക് എങ്ങനെങ്കിലും നിത്യതയിൽ ഒന്ന് ചെന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു കൊടുത്തവനാ ഞാൻ. അതുകൊണ്ട് ഇത്തരം ഒന്നും ഞാൻ അംഗീകരിക്കുകയില്ല. എനിക്ക് വേണ്ട, അത് കിട്ടിയിട്ട് അതിന്റെ എല്ലാം പുറകെ പോയിട്ട് ഒരു ലാഭവും വേണ്ട എന്ന് പറ.
കണ്ടോ? വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അപ്പൊ ദുരുപദേഷ്ടാക്കൾ എന്ന് പറയുന്നത് പുതിയ നിയമസഭയിലെ പുതിയ കാര്യമല്ല. തുടങ്ങിയ കാലം മുതൽ സഭയിൽ ആരുണ്ടായിരുന്നു? ദുരുപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. ഏതായാലും ഇത്രയും പറഞ്ഞല്ലോ. പത്രോസിന്റെ ലേഖനം കൂടെ നിർത്തിയ പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ വായിച്ചേ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ഉപദേഷ്ടാക്കന്മാരുണ്ടാകും. നിങ്ങളുടെ ഇടയിലും ആര്? ഒന്നുകൂടെ വായിച്ചത്. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകുമെന്ന് കേട്ടോ. അല്ല, ഉപദേഷ്ടാക്കന്മാരുണ്ടാകുമെന്നല്ല എഴുതിയിരുന്നത്. സിസ്റ്റർ അങ്ങനെ വായിച്ചത്, അതുകൊണ്ടാണ് ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞത്. കള്ളപ്രവാചകൻ പഴയ നിയമ കാലഘട്ടത്ത് ഇസ്രായേലിന്റെ യഹൂദന്റെ ഇടയിൽ കള്ളപ്രവാചകൻ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭയിലും ആര് കയറി വരും? ദുരുപദേഷ്ടാക്കൾ കയറി വരും. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കളും അവരുണ്ടാകും. ഇനി അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്കു തന്നെ ശീഘ്രനാശം വരുത്തും. ഈ ദുരുപദേഷ്ടാക്കന്മാര് യേശു പ്രസംഗിക്കാത്ത സുവിശേഷം പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്യും? വിലക്ക് വാങ്ങിയ നാഥനെയാ തള്ളി പറയുന്നത്, യേശു ക്രിസ്തുവിനെയാ തള്ളി പറയുന്നത്. അവര് കണ്ടേ ശീഘ്രനാശം അവർക്ക് തന്നെ വരുത്തുമെന്നാ പറഞ്ഞത്. പെട്ടെന്ന് അവരുടെ മേൽ ന്യായവിധി വരും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. കേട്ടോ, ഇപ്പൊ അത്തരം പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഏതാണ്ട് മണ്ടത്ര എവിടെയെങ്കിലും കാണിച്ചു, അടുത്തയാൾ ഇത് കണ്ടേച്ച് അവനും സഭയിൽ ഇറക്കുമതി ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ലാത്തത് ഇറക്കുമതി ചെയ്യുക. എന്നിട്ട് അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും. കണ്ടോ, ഇന്ന് ദൈവസഭ ഏറ്റവും അധികം ദൂഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സത്യമാർഗം ദൂഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലമാക്കി പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താ? മണി മോട്ടിവേഷൻ, കാശുണ്ടാക്കൽ, പൈസ ഉണ്ടാക്കൽ. ഇതിലായോ? നിങ്ങളുടെ നിന്നും എത്തിക്കൊണ്ട് പോവേ, സൂക്ഷിച്ചോണേ. സഭയില് ഒരു കാര്യത്തിനും സഹകരിക്കുകയല്ല. ഇത്തരം പാർട്ടികൾ ആരെങ്കിലും വന്നാൽ ഒളിച്ചു കൊണ്ട് കൊടുക്കും, അവരെ വീട്ടിൽ വിളിച്ചോണ്ട് പോകും. അല്ലേ? ഇവർക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, കാശുണ്ടാക്കുക. ഞാൻ ഇനി അത് താഴ്ത്തു വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പം ദൈവമക്കൾക്ക് ദൈവം തന്ന ഒന്നാമത്തെ അവകാശമാണ് കേൾക്കുന്ന പ്രസംഗമെല്ലാം, കേൾക്കുന്ന വചനമെല്ലാം അംഗീകരിക്കരുത്. അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണം, ജഡ്ജ് ജഡ്ജ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഒരു ഉപദേശം കൂടെ പറയാവേ. നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ അവകാശമാണേ. ഇതൊന്നും മനസ്സിലായിക്കേ. എല്ലാം കേട്ട് തലയും കുലുക്കി എല്ലാരും പറയുന്നത് കേട്ട് അങ്ങ് അംഗീകരിച്ച് പോകരുത്. രണ്ടാമത്തത് 1 യോഹന്നാൻ 4:1 വായിച്ചോളൂ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവിനെയും വിശ്വസിക്കരുത്. കള്ളപ്രവാചകന്മാർ ഇഷ്ടം പോലെ, ഒന്ന് വചനം കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്, 2 എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത്. എന്താ? കള്ളപ്രവാചകന്മാര് ധാരാളം ലോകത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ എന്ത് ചെയ്യണം?
ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. എന്ന് ശോധന കേട്ടോ. യു ഹാവ് ടു ചെക്ക് ദ സ്പിരിറ്റ്. എല്ലാ അന്യഭാഷയും കേട്ട് സ്വത്രം പറയണ്ട. എല്ലാവരുടെയും അത്ഭുതവിദ്യ കണ്ടുകൊണ്ട് സ്വത്രം പറയണ്ട. എല്ലാരും കിടന്ന് ബഹളം വെക്കുന്ന കേട്ടോണ്ട് സ്വത്രം പറയണ്ട. ദൈവങ്ങളൊന്നും വളർന്നേ, ആത്മീയമായിട്ടൊന്ന് വളർന്നേ എന്നും ഇങ്ങനെ ശിശുക്കളെ പോലെ ഇരിക്കാതെ എന്ത് ചെയ്യണം? ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് വചനം നിങ്ങൾ വിധിക്കണം. ആത്മാവിനെ നിങ്ങൾ ശോധന ചെയ്യണം. ഡോക്കിമാസോ, ഡോക്കിമാസോ എന്നൊരു പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഏതാ? ഡോക്കിമാസോ. ഡോക്കിമാസോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ട പദമാണ്. എന്താ അതിന് പറഞ്ഞിരിക്കുന്ന മലയാളത്തിൽ എന്താ പറയുന്നത്? ആത്മാക്കൾ ദൈവത്തിനുള്ള ശോധന ചെയ്യുക, ശോധന ചെയ്യുക. ഗ്രീക്കിൽ ഡോക്കിമാസോ, DOKIMASO. ഡോക്കിമാസോ എന്ന് പറഞ്ഞാൽ ടു ടെസ്റ്റ്, പരീക്ഷിക്കണം, എക്സാമിൻ, എന്ത് ചെയ്യണം? പരിശോധിക്കണം, പ്രൂവ്, തെളിയിക്കണം, സ്ക്രൂട്ടിനൈസ്, സൂക്ഷ്മ പരിശോധന നടത്തണം കേട്ടോ. സഭയ്ക്കകത്ത് കയറി വരുന്ന എല്ലാ പ്രവാചകന്റെയും പുറകെ പോകരുതെന്ന്. എന്നതാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് മൂളിപ്പറക്കുന്ന ഒരു വിമാനത്തിന്റെ ചിറക് ഞാൻ കണ്ടു. ഇന്ത്യൻ എയർലൈൻസിന്റെ അതാണല്ലോ നമ്മൾ കേൾക്കാനിരിക്കുന്നത്. വിമാനത്തെ അല്ലെ, മഞ്ഞു പെയ്യുന്ന നാട്ടിൽ നിന്റെ തലമുറകളെ അയച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇതൊക്കെ കേൾക്കാനാണ് നമ്മളും പോയിരിക്കുന്നത്. എല്ലാം കേട്ട് കൈയടിക്കരുത് കേട്ടോ. യു ഹാവ് ടു സ്ക്രൂട്ടിനൈസ്. അടുത്ത് വെച്ച് ശോധന ചെയ്യണം. എങ്ങനെ അടുത്ത് വെച്ച് ശോധന ചെയ്യണം? അതിന് ചെയ്യേണ്ടതിനറിയോ? അവന്റെ ജീവിതമാണ് പരിശോധിക്കേണ്ടത്. ഇയാള് വചനപ്രകാരം ജീവിക്കുന്നവനാണോ? അല്ലയോ? വേദപുസ്തക പ്രകാരം ജീവിക്കുന്നവനാണോ? സ്ക്രൂട്ടിനൈസ് ചെയ്യണം. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കയറി വരുന്ന എല്ലാ പ്രവാചകനും പറയുന്നത് കേട്ടോണ്ട് അവർക്ക് കൊടുക്കാൻ കാശ് കൊണ്ട് പാസ്റ്റർ പോലും അറിയാതെ വീട്ടിൽ നമ്മൾ പ്രൈവറ്റ് സർവീസ് നടത്തിക്കളയും. പാസ്റ്റർ അറിയല, ഇയാളെ വിളിച്ചു യോഗം. എന്നാ പുള്ളി സഭയെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, നിനക്കെതിരെ ആഭിചാരം ചെയ്തിരിക്കുക നിന്റെ സഹോദരൻ. അന്ന് തുടങ്ങിയതാ. നല്ല സ്നേഹിച്ചിരുന്നവനുമായിട്ട് സ്വന്തം കൂടപ്പുറപ്പുമായിട്ട് തെറ്റി. ഇപ്പൊ അവൻ ആഭിചാരം ചെയ്തിട്ടാ ഇതെല്ലാം വന്ന. അത് തീർക്കാനാ പ്രവാചകനെ വിളിച്ചു. ഉപദേശം അറിഞ്ഞില്ല കേട്ടോ. പാവം പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി കിടന്ന് പ്രാർത്ഥിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ദൈവദാസൻ അറിയാതെ. ഞാന് ശുശ്രൂഷിക്കുമ്പോ എന്റെ സഭകളിൽ, ഞാൻ സൂക്ഷിച്ചിരുന്ന സഭകളിൽ പറയുമായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവദാസൻ വന്നു, പ്രാർത്ഥിപ്പിച്ചയക്കണം. ഞാൻ നിർബന്ധിക്കും. എന്നാ പായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ, പായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ പോലെ നടക്കണമെങ്കിൽ ഞാൻ അറിയണം, അവരെ പാസ് അറിയണം കേട്ടോ. വന്ന് നിന്ന് പ്രാർത്ഥിച്ചൊക്കെ പോക്കോട്ടെന്ന് ആരെങ്കിലും വന്ന ദിവസം വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പായിട്ടിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ സഭയിലെ ശുശ്രൂഷകൻ അറിയണം. പിന്നെ വെറുതെയാണോ രാത്രിയും പകലും നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നത്? ഈ ഉപദേശം എല്ലാം പറഞ്ഞു തരുന്നത് അതിനാണോ ഈ വേദപുസ്തകം കിടന്ന് പഠിക്കുന്നത്? ഇരുളും വെളിവും ഇല്ലാതെ കിടന്ന് നമ്മൾ ഈ വേദപുസ്തകം പഠിച്ച് നിങ്ങൾക്ക് തരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുക. നിങ്ങളുടെ സ്വന്തത്തിൽ അവിടെ ഒരു മരണമെന്ന് പറഞ്ഞാൽ അവിടെ വരിക, ആശുപത്രിയിലാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുക, പ്രസവം നടക്കുന്ന പറഞ്ഞാൽ അവിടെ വരിക, നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുക. ഞാൻ അവസാനം ഞാൻ അറിയാതെ കുടുംബത്തെ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥന നടത്തിയ സഭയ്ക്ക് പുറത്തു പോകും. അത് സഭയുടെ ഓർഡർ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ വീട്ടിൽ ഇരുന്ന് പായിട്ടിരുന്നൊരു ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ സഭയിലെ പാസ് അറിയണം. കാരണം എന്നാ അറിയോ? ഞാൻ അന്വേഷിക്കും വരുന്ന പ്രവാചകൻ അവന്റെ ജീവിതം എങ്ങനാ, ചെല്ലുന്നിടത്തെല്ലാം ഭാര്യ ഉള്ളവനാണോ, കുഞ്ഞുങ്ങളുള്ളവനാണോ, ഇതൊക്കെ അന്വേഷിക്കണം. ഇതെങ്ങനെ നടന്നു വെച്ചു ഇങ്ങോട്ട് വന്ന്
എന്ത് ചെയ്യുക? വെടിക്കെട്ട് അന്യഭാഷ പറയുമ്പോ ഇത് കേട്ട് കുറെ എണ്ണം തുള്ളാനിരിക്കുക. വേണേ ഒന്നുകൂടെ അതിനോട് ചേർത്ത് വായിച്ചോളെ. 1 കൊരിന്ത്യർ 14:29 എടുത്തു. 1 കൊരിന്ത്യർ 14:29. 1 കൊരിന്ത്യർ 14:29. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. മറ്റുള്ളവർ എന്ത് ചെയ്യണം? വിവേചിക്കണമെന്നാ പറഞ്ഞത്. പ്രവാചകന്മാര് 1-2 പേര് സംസാരിക്കട്ടെ, അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്തോണം? പ്രവാചകൻ പറയുന്നത് കേട്ട് കൈയടിക്കാനല്ല പറഞ്ഞത്. പിന്നെ പ്രവാചകന്റെ വാക്ക് കേൾക്കുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഡയക്രീനോ എന്ന് പറഞ്ഞ പദമാണ്. മുമ്പേ ഞാൻ ക്രീമ പറഞ്ഞില്ലേ മൂളി, അതേ പദം തന്നെ ഇവിടെ വരുന്നത്. ക്രീനോ എന്താ? ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണോ. അന്യഭാഷ കേട്ട എല്ലാത്തിനെയും വിധിക്കരുത്. ബഹളം ഉണ്ടാക്കുന്ന കേട്ട എല്ലാരെയും വിധിക്കരുത്. 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങളുടെ ഏറ്റവും ദൈവസഭയ്ക്ക്, വിശ്വാസികൾക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അവകാശമാണ്. ഒന്ന്, കേൾക്കുന്ന വചനം എല്ലാം കേട്ട് കൈയടിക്കരുത്. അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണം. വരുന്ന എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത്. ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതോ ശോധന ചെയ്തോണം. ഇതൊക്കെ ചെയ്യുവോ? ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം അല്ല ഈ പറയുന്നത്, വേറെ പുസ്തകത്തിലെ വാക്യായി പറയുന്നേ. ഇനി എല്ലാത്തിനെയും കയറ്റുവോ? വിളിച്ചകത്ത് വരുന്നവരെയും പോകുന്നവരെല്ലാം വിളിച്ചകത്ത് കയറ്റുവോ? എന്നിട്ടും പറയാനൊരു മടിയാ. ആരെങ്കിലും വരാൻ നമ്മളും നോക്കിയിരിക്കുക അല്ലേ? കണ്ണല്ലാത്ത എല്ലാം പൊന്നാക്കി തരുമെന്ന് പറയുന്നത് കേൾക്കാനാണ് നമുക്ക് സന്തോഷം. ഞാൻ പൊട്ടെ അത്രയും ഇടയ്ക്ക് കയറിയൊന്ന് പറഞ്ഞത് എന്നാന്നറിയാമോ? കേൾക്കുന്നെല്ലാം വിശ്വസിക്കാൻ പോകരുതേ ദൈവമക്കളെ. വേറെ പുസ്തകം തന്നെ നമ്മളെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഡോക്ട്രിൻ, എന്താണ് ഉപദേശം? ദൈവസഭയ്ക്ക് കൊടുത്ത ഉപദേശം എന്താണ്? ഞാനേ ഈ ഉപദേശം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കൃത്യം ബോധ്യമില്ലാതെ വരുന്നതെന്നറിയാവോ? എന്താ നമുക്കും അറിയത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഉപദേശം ഒന്ന് പഠിപ്പിക്കുകയാണേ. അതാണല്ലോ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഉപദേശം എന്ന് പറയുന്നത് നമുക്ക് 2ആയി തിരിച്ചു പഠിക്കാവേ. അഥവാ എഴുതിയിട്ട് അങ്ങനെ ഉപദേശം 2ആയിട്ട് തിരിക്കാം. ഇങ്ങനെ നിങ്ങൾ വർഗീകരിച്ച് പഠിച്ചാലേ, കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചാലുള്ള കൂടെ എന്നാണെന്നറിയോ? കാര്യങ്ങളുടെ പൊരുൾ തിരിഞ്ഞു വരും. എല്ലാം കൂടെ കൊട്ടത്താപ്പിന് പഠിച്ച ഒരു വിവരവും ഇല്ലാതെ പോവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മുടെ സഭയിലെ ഉപദേശിമാര് പഠിപ്പിക്കുന്നില്ലതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ വ്യഥ ദൈവസഭയ്ക്ക്. ഞങ്ങളൊക്കെ നാളുകളായിട്ട് ഇതും പറഞ്ഞ് നടക്കുക. ഇപ്പോഴും നിങ്ങൾ ഈ ഫേസ്ബുക്കൊക്കെ നോക്കണേ. അവിടെ ഒരുത്തൻ കാഹളം ഊതി, അതിലൊരു തെറ്റെന്താ? അതിന് കുറെ വേദപുസ്തക വ്യാഖ്യാനം. എത്ര പേരാ മുമ്പോട്ട് വരുന്നെന്നറിയാവോ അവർക്ക് വാദിക്കാൻ? ഫയർ മീൻസ് അതിനെ വ്യാഖ്യാനിക്കാനും അത് ശരിയാണെന്ന് വാദിക്കാനും എത്ര പേര്. ദൈവം ഇത്രയും കാലമായിട്ട് ഇതൊന്നും പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ല, 2 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് ആ പുസ്തകം. ഇത്തരം കാര്യങ്ങളെ നിശ്ചിതമായിട്ട് എതിർത്ത്, ഇത്തരം കാര്യങ്ങൾ തെറ്റാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞത് വേദപുസ്തകം കൊണ്ട് തെളിയിച്ച് എഴുതി വെച്ചിരിക്കുക ഒരു പുസ്തകം. അത് 2500 കോപ്പിയോളം ഇപ്പൊ 2500 അല്ല, 3500 4000 അടുത്ത് കോപ്പി അതിന്റെ വിൽക്കുകയും ചെയ്തതാ. ഇതെല്ലാം ആളുകളുടെ കൈ ചെന്ന്. എന്നിട്ടും ഇപ്പോഴും ചോദിക്കുക അത് ശരിയാണോ, ഇത് ശരി. എന്റെ പൊന്നു കുഞ്ഞെ, ഇപ്പോഴും മണ്ടത്തരം ചോദിച്ചു നടക്കണം. വേറെ പുസ്തകം ഒന്ന് പഠിച്ച് 2ആയിട്ട് തിരിക്കും ഉപദേശം. ഒന്ന് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം. ഇംഗ്ലീഷിൽ അതിനെ ക്രീഡ് എന്നാ പറയുന്നത് കേട്ടോ. വിശ്വാസ പ്രമാണം, ക്രീഡ്, CREED.
CRED, ക്രീഡ്. ഒന്ന് വിശ്വാസ പ്രമാണം, രണ്ട് പ്രായോഗിക ഉപദേശം. പ്രായോഗിക ഉപദേശം, ഇംഗ്ലീഷിൽ പ്രാക്ടിക്കൽ ഡോക്ട്രിൻസ്. പ്രാക്ടിക്കൽ ഡോക്ട്രിൻസ് രണ്ടായിട്ട് തിരിച്ചു. രണ്ടായിട്ട് തിരിച്ചിട്ടാണ് നമുക്കിനി അതിലേക്ക് കയറാം. അപ്പൊ ഒന്ന് വിശ്വാസ പ്രമാണം, രണ്ട് പ്രധാനമാണ് കേട്ടോ, രണ്ട് പ്രായോഗിക ഉപദേശം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ, രണ്ടും ഒരുപോലെ. അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾ ഒരുപോലെ പഠിക്കണം. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് വേദപുസ്തകം പഠിപ്പിക്കുന്ന കൃത്യമായ ഒരു ക്രീഡുണ്ട്, ഒരു വിശ്വാസ പ്രമാണമുണ്ട്. ഈ ക്രീഡ് എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ ക്രീഡ് എന്ന പദം വന്നത് ലാറ്റിൻ ഭാഷയിൽ, ലത്തീൻ ഭാഷയിൽ ക്രെഡോ എന്നൊരു പദത്തിൽ നിന്ന്, CREDO, ക്രെഡോ എന്ന പദത്തിൽ നിന്നാണ് ക്രീഡ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ക്രീഡ് ഇംഗ്ലീഷാ കേട്ടോ, നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ ക്രീഡ് എന്നുള്ളതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതുണ്ടായത് ലത്തീൻ ഭാഷയിൽ ക്രെഡോ എന്ന പദത്തിൽ നിന്നാണ്. ലത്തീനിൽ ക്രെഡോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കുന്നു. ഇത് 1-ാം നൂറ്റാണ്ടിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കാൻ മുൻപോട്ട് വരുമ്പോൾ അവനെ സ്നാനം നടത്തുന്ന സ്നാപകൻ സ്നാനാർത്ഥിയോട് ചോദിക്കും, നീ എന്തു വിശ്വസിക്കുന്നു? അപ്പം അവൻ പറഞ്ഞു കേൾപ്പിക്കണം, ഐ ബിലീവ്, ക്രെഡോ, എന്താ, ഞാൻ വിശ്വസിക്കുന്നു. സത്യത്തിൽ അവിടെയാ ഈ ഉപദേശം ഉണ്ടാകുന്നത്, തുടങ്ങുന്നത് അവിടുന്ന്. 1-ാം നൂറ്റാണ്ടിൽ ഒരുവൻ സ്നാനപ്പെടണമെങ്കിൽ ദൈവസഭയുടെ വേദപുസ്തകത്തിന്റെ വിശ്വാസ പ്രമാണം പറഞ്ഞു കേൾപ്പിച്ചിട്ടേ അവരെ സ്നാനപ്പെടുത്തുവാൻ. ഐ ബിലീവ്, ക്രെഡോ. ഈ ക്രെഡോ എന്ന് പറഞ്ഞ ഏകവചനാണ്. ഈ ക്രെഡോയ്ക്ക് ഒരു ബഹുവചനമുണ്ട്, ക്രെഡിമസ്, CREDIMUS. ക്രെഡിമസ് പ്ലൂറലാണ്, ബഹുവചനാണ്. ക്രെഡിമസ് എന്ന് പറഞ്ഞ അർത്ഥം അറിയാമോ? വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ശ്രദ്ധയാക്കണേ, എഴുതി കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞങ്ങൾ വിശ്വസിക്കുന്നു, ക്രെഡിമസ്. അത് നിങ്ങൾക്ക് കിട്ടാൻ ഒരു എളുപ്പവഴി പറയാം. നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന സഭകൾ ഏതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ സഭകളാണെങ്കിൽ, മുഖ്യധാരാ സഭകൾ എന്ന് പറഞ്ഞാൽ പ്രധാന സഭകളാണെങ്കിൽ, ഒത്തിരി സ്വതന്ത്ര പ്രസ്ഥാനമൊക്കെ ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. മുഖ്യധാരാ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, ഇത്തരം സഭകളെയാണ് ഞാൻ മുഖ്യധാരാ സഭകൾ, പ്രധാന സഭകൾ, പെന്തിക്കോസ്തിലെ പ്രധാന സഭകൾ. ബാക്കി ഒത്തിരി സ്വതന്ത്ര സഭകളുണ്ട്, അവയുടെ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ മുഖ്യധാരാ സഭകളുണ്ടല്ലോ, പ്രധാന സഭകൾ, നിങ്ങൾ അതില് ഏതെങ്കിലാണ് ഉൾപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററോട് നിങ്ങളുടെ സഭയുടെ ഭരണഘടന ഒന്ന് ചോദിക്കണം. എല്ലാ പാസ്റ്റർമാരുടെ കയ്യിലും ഉണ്ടെന്ന എന്റെ വിശ്വാസം, ഇല്ലെങ്കിൽ എല്ലാ പാസ്റ്റർമാരും വാങ്ങിച്ചോണം കേട്ടോ. അത് അടുത്ത കൺവെൻഷന് പോകാനിരിക്കണ്ട, ഇടയ്ക്ക് സഭാ ആസ്ഥാനത്ത് വരുമ്പോഴത്തേക്കും മേടിച്ചോണം. സഭയുടെ ബൈലോ, വിശ്വാസ പ്രമാണം, എന്നാ കണ്ടാച്ചാ ഇതിന്റെയൊക്കെ പുറകെ കൂടിയത്, ബൈലോ എന്നൊക്കെ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് എല്ലാവരും ഓരോ വിശ്വാസ പ്രമാണം മേടിച്ചോണം കേട്ടോ. ഇനി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സഭയിലെ പാസ്റ്ററുടെ കയ്യിലുണ്ട്, ഉണ്ടായിരിക്കണം. ഓരോ പാസ്റ്റർമാരും വാങ്ങിച്ചിരിക്കും.
നിങ്ങളുടെ പാസ്വേഡ് ഇനി അതാ ഞാൻ പറഞ്ഞ സ്വതന്ത്ര സഭയ്ക്ക് അങ്ങനെ പ്രിന്റ് ചെയ്യപ്പെട്ട ഒരു വിശ്വാസ പ്രമാണം ഉണ്ടോ? അവർക്ക് വിശ്വാസ പ്രമാണമുണ്ട്, പക്ഷെ അത് പ്രിന്റ് ചെയ്ത് പുസ്തക രൂപം ആക്കിയിട്ടില്ലായിരിക്കും. കാരണം ഇപ്പൊ ഈ 15 സഭ 20 സഭയെ കൊണ്ട് ഒരു ഇന്റർനാഷണൽ ദൈവസഭയെ ഉണ്ടാക്കുമല്ലോ ഇപ്പൊ. പേരെന്നതാ? ഇന്റർനാഷണൽ, അന്തർദേശീയമാണെന്നാ പറയുന്നത്. അത് സത്യം പറഞ്ഞ 15 സഭ കാണും, 10 പഞ്ചായത്തിൽ തികച്ച് കാണുകയില്ല. അതിനെയാണ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. സത്യത്തിൽ അതൊക്കെ അണ്ടർനാഷണലാണ്. അങ്ങനെ വിളിക്കുക നല്ലത്. അന്തർദേശീയമല്ല, അണ്ടർദേശീയം. അങ്ങനെയുള്ള ഒത്തിരി സഭകളുണ്ട്. അല്ലാതെ തെറ്റൊന്നും ഇല്ല. അവർക്ക് ഭരണഘടന പ്രിന്റ് ചെയ്യപ്പെട്ടത് കാണുകയല്ല, അതിന് വശമില്ലല്ലോ, അതിനൊന്നും പൈസ. എന്നാൽ ഈ മുഖ്യധാരാ സഭകൾ, നിങ്ങൾ അസംബ്ലി സഭ, നിങ്ങൾ സ്വതന്ത്ര സഭയിലാണ് നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് IPC സഭയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലണം. ഞാനൊരു എക്സസൈസ് നിങ്ങൾക്ക് പറയുക, ഒരു ഹോംവർക്ക് തരിക. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലണം. ഷാരോൺ സഭയുടെ പാസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് ഏതാ സഭ, പ്രധാന സഭ, അവിടെ ചെല്ലണം. നിങ്ങൾ അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കണം. നിങ്ങളെ ഭരണഘടന ഇങ്ങനെ മേടിക്കണം. ആ ഭരണഘടന ബൈലോ എന്ന് പറയും കേട്ടോ. നിങ്ങളുടെ ബൈലോ വാങ്ങിച്ചാൽ അതിന്റെ ആദ്യം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, നിങ്ങളുടെ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നതിന് ആദ്യം കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രെഡിമസ്, ഞാനിപ്പോ പറഞ്ഞില്ലേ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴേക്ക് ഒരു 10-25 കൂട്ടം കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 22, 25, 27 ഒക്കെ വരാം കേട്ടോ. അത് കൃത്യം ഞാൻ എണ്ണമല്ല ഈ പറഞ്ഞേ. അത് ഓരോ സഭകൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ കാര്യം ഒന്നാണെങ്കിലും എഴുതുന്ന വാക്കുകൾക്കും പദശൈലികൾക്കും ചിലപ്പോൾ വ്യത്യാസം കാണാം. പക്ഷെ എല്ലാം ഒന്നാ, കാര്യം ഒന്നാ. കാര്യമുണ്ട്. അസംബ്ലി ബോർഡിന്റെയോ IPCയുടെയോ ഷാരോണിന്റെയോ ചർച്ച് ഓഫ് ഗോഡിന്റെയോ പാസ്റ്ററോട് നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് ഞാനൊരു എക്സസൈസ് പറയുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, അതാണ് ദൈവസഭയുടെ വിശ്വാസ പ്രമാണം. അത് നിങ്ങൾ എഴുതിയെടുക്കണം. സമയമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ അസൈൻമെന്റ് തന്നേനെ. പരീക്ഷയ്ക്ക് ഒരു 30 മാർക്ക് അതിൽ നിന്ന് ഞാൻ തന്നേനെ. നമുക്ക് നേരമില്ലല്ലോ ഇനിയും അതിന്. എന്നാലും എല്ലാവരും എഴുതി വെച്ചോണം കേട്ടോ. നിങ്ങളുടെ ഡയറിയിൽ അത് കുറിച്ചിട്ടോണം. എന്നിട്ട് വേണം ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടക്കാൻ കേട്ടോ. ഞാനും ചർച്ച് ഓഫ് ഗോഡുകാരനാണ്, ഞാനും IPC ആണെന്നും കിടന്ന് ഇമ്മാർ പറഞ്ഞ് നടക്കരുത്. നമ്മുടെ വിശ്വാസ പ്രമാണം എന്താന്ന് കൃത്യം എഴുതണം. ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. അതെ, നല്ല നമ്മുടെ കമ്പ്യൂട്ടർ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആരെങ്കിലും കാണും. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ടത് DTP എടുക്കണം. നന്നായിട്ട് DTP എടുത്തിട്ട് നല്ല റെക്സിനെ എന്ന് പറഞ്ഞാൽ പോസ്റ്ററൊക്കെ അടിക്കുകയല്ലേ, നല്ല റെക്സിനെ അത് നിങ്ങൾ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്തെടുത്തിട്ട് ഒരു വലിയ കോപ്പി നിങ്ങളുടെ ചർച്ചിൽ പാസ്വേഡ് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ ഇടാൻ പറയണം. എല്ലാവരും കാണുന്ന പോലെ. ഇത്രയും ഒരെണ്ണം വീട്ടിൽ വിട്ടേക്കണം. ഇച്ചിരി ചെറുതാണെങ്കിലും കുഴപ്പമില്ല. വീട്ടില് എല്ലാവരും ശ്രദ്ധിക്കുന്നിടത്ത് അത് എഴുതിയിടും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് കാണാപ്പാടം പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പലവട്ടം ഇത് വായിച്ച് നിങ്ങൾക്കത് ഹൃദയസ്ഥമാകാം. ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, ആര് ചോദിച്ചാലും നിങ്ങൾക്ക് ഉറപ്പോടെ പറയാൻ കഴിയണം. ഇനി നിങ്ങൾക്ക് ഈ പുസ്തകം, ഞാൻ ഈ പറഞ്ഞ ഭരണഘടന ഒരിടത്തും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ സാറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ, ദുരുപദേശത്തിന്റെ കാണാപ്പുറങ്ങൾ, അതിന്റെ 29ഉം 30ഉം പേജിൽ സഭയുടെ വിശ്വാസ പ്രമാണം എന്താണെന്ന് അല്പം ബോൾഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അല്പം അക്ഷരം വലുതാക്കി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ നോട്ട് കിട്ടിക്കാണുമല്ലോ, എങ്കിൽ അതിനകത്ത് നോക്കിയാൽ മതി. 29ഉം 30ഉം പേജുകളിൽ ആ വിശ്വാസ പ്രമാണമുണ്ട്. നിങ്ങൾ എല്ലാവരും അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ ഒരു ഡയറിയിലേക്ക് നിങ്ങളത് പകർത്തി എഴുതണം. എന്തിനാണെന്നറിയാവോ? 1-2 പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കേ ഒരുമാതിരിപ്പെട്ട നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മ വരിക. അതിനാ ഒരു എക്സസൈസ് ചെയ്യാൻ തരിക. എല്ലാവരും
അടുത്ത ആഴ്ച വരുന്നതിന് മുമ്പ് ഇത് ഡയറിയിൽ 1 2 പ്രാവശ്യം ഒന്ന് എഴുതണം കേട്ടോ. അതാണ് പറഞ്ഞത്. അടുത്തുള്ള സഭയിലെ പാസ്റ്റർമാർക്ക് ചെല്ലണം. മുഖ്യധാരാ സഭകളിൽ ഏതെങ്കിലും പാസ്റ്റർ സ്വതന്ത്ര സഭയിൽ കാണുകയില്ല. അതുകൊണ്ട് ആ മുഖ്യധാരാ സഭകളിൽ അവരുടെ ഭരണഘടന പ്രിന്റ് ചെയ്ത് പുസ്തകമാക്കിയിട്ടുണ്ട്. എല്ലാ പാസ്റ്റർമാരുടെ കയ്യിലും അതുണ്ട്. നിങ്ങളത് വാങ്ങിച്ച് ഇത് എഴുതണം. സത്യത്തിൽ ഇത് പ്രിന്റ് ചെയ്ത് ദൈവസഭയിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഇപ്പൊ ആരും ഇതിനൊന്നും മെനക്കെടുന്നില്ല. അതിനൊന്നും നേരവും ഇല്ലല്ലോ. നമ്മൾ കൂടുന്നതേ വഴക്ക് പിടിക്കാൻ. അല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും ആർക്കും നിഷ്ഠയില്ല. ഇത് നിങ്ങൾ എഴുതി ഒരെണ്ണം ചർച്ചിനും കൊടുക്കണം. ഒരു 12,000 രൂപ ചെലവായിക്കാനും അതങ്ങ് പോട്ടെ, നടക്കും. കർത്താവിന്റെ നാമത്തിലൊന്ന് ചെയ്യേ, അത്രയെങ്കിലും ചെയ്യേ. ദൈവസഭ ഇതൊന്ന് പഠിക്കട്ടെ, ദൈവജനല്ല ഇതൊന്ന് വായിക്കട്ടെ. പല കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഒന്ന് ഇതിനകത്ത് കിടക്കുന്നതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണേ. 1, 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകം ദൈവ വിശ്വസനീയമായ വെളിപ്പാടാണെന്നും അവ പൂർണ്ണമായി വിശ്വസനീയമാണെന്നും ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും പരമോന്നതവും അന്തിമവുമായ പ്രമാണ ഗ്രന്ഥമാണെന്നും. അതാ ഒന്നാമത്തത്. 2, ഏകസത്യ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങളിൽ നിത്യനായി സ്ഥിതി ചെയ്യുന്നു എന്നും. 3, പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായി സ്ത്രീയുടെ സന്തതിയായി ജനിച്ച യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ജീവിക്കുന്നു എന്നും. 4, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപനിമിത്തം ദൈവതേജസ് നഷ്ടപ്പെട്ടവനായി ദൈവത്തിൽ നിന്നും അകലപ്പെട്ട് ആത്മീയവും ശാരീരികവുമായി മരണപ്പെട്ടു എന്നും. 5, ദൈവത്തോടും സത്യത്തോടും തീരാപ്പകയുള്ള ഒരു സ്വത്വമാണ് പിശാചെന്നും പാപം സർവലൗകികമാണെന്നും. അടുത്തത്, മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു എന്നും അവിടുന്ന് ചൊരിഞ്ഞ രക്തത്താൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുമെന്നും. അടുത്തത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കൃപയാലെ ലഭിക്കുന്ന രക്ഷ മൂലം മനുഷ്യന് വീണ്ടും ജനനത്തിലൂടെ ദൈവമക്കളാകാമെന്നും. അടുത്തത്, യേശു ക്രിസ്തു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റു എന്നും സ്വർഗാരോഹണം ചെയ്ത് ഇപ്പോൾ നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നു എന്നും. അടുത്തത്, പരിശുദ്ധാത്മാവിനാൽ ഏക ശരീരമായി രൂപപ്പെട്ട രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്നും കർത്താവാണ് സഭയുടെ തലയെന്നും ലോകത്തിലുള്ള സകല സൃഷ്ടിയോടും പോയി സുവിശേഷം അറിയിക്കേണ്ടതിന് സഭ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ചുരുക്കി എഴുതിയിരിക്കുന്ന ഇത് ഓരോ സഭകളുടെ രീതി അനുസരിച്ച് ഇത് തന്നെയാ സംഭവം കേട്ടോ. എല്ലാം ഇത് തന്നെയാണ്. പക്ഷേ വാക്കുകളോ പദങ്ങളോ വ്യത്യാസപ്പെട്ടേക്കാം. അത് ചിലപ്പോൾ 22 ആകാം, ചിലപ്പോൾ 25 എഴുതുന്നവരുണ്ട്, 27 ഉണ്ട്, അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പോ ഇത് വേണേ ചിലത് നമുക്ക് 2 or 3 ആക്കി തിരിക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞ എണ്ണം ചിലപ്പം കൂടും. അപ്പൊ ഇത് നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരികയാണ്. എല്ലാവരും എഴുതി ഷാജി സാറിനെ കാണിച്ചിരിക്കണം. അതിനനുസരിച്ചാണ് ഞാൻ പരീക്ഷയ്ക്ക് മാർക്ക് കൊടുക്കുന്നത്. ഒരു വട്ടമെങ്കിലും എഴുതി കൊടുക്കണം കേട്ടോ. നമ്മളാണോ? പിരിഞ്ഞു പോകരുതേ. ഇത് കേട്ടോണ്ട് പിരിഞ്ഞു പോക്കളയരുത്. ഇത് പഠിക്കണം, ഇത് കാണപ്പുറം പഠിക്കണം, ഇത് പറഞ്ഞ് പഠിപ്പിക്കണം, നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കണം. ഞാൻ എന്നാ വിശ്വസിക്കുന്ന അറിയാൻ മേലാതെ എന്നാ പെന്തിക്കോസുകാരനാ നീ? ഇതൊക്കെയാണ് ദൈവസഭയ്ക്ക് സംഭവിച്ച ദുര്യോഗം. ഇതൊന്നും പഠിപ്പിക്കാൻ വിശ്വാസികളെ ആരും പ്രേരിപ്പിക്കുന്നില്ല. ഞാൻ എന്ത് വിശ്വസിക്കുന്നു കൃത്യമായിട്ട് പറയണം. എന്തിനാ? ഒന്ന്, നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ ഉറപ്പ്. ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്ന്
എനിക്കൊരു ഉറപ്പ് വേണ്ടേ? അല്ലെ? ഞാൻ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസമാണ് എന്റെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും രൂപപ്പെടുത്തുന്നത്. ശരിയല്ലേ? ഞാനൊരു നിരീശ്വരവാദിയാണ്, എന്റെ രീതിയും സ്വഭാവവും ഒക്കെ അങ്ങനെ ആയിരിക്കും. എന്നാൽ യഥാർത്ഥമായി ദൈവവചനം വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതെന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വെളിപ്പെട്ടു വരും. അതിനായി ഇത് ഇത് പഠിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ വിശ്വാസം എന്താണെന്ന് ചോദിക്കുമ്പോ നമ്മൾ കൃത്യമായിട്ട് പറയാം. രണ്ടാമത് ഇതെന്തിനാണെന്നറിയാമോ പഠിക്കുന്നേ? 1 പത്രോസ് 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3:15. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. കേട്ടോ? നമ്മളിലുള്ള പ്രത്യാശയെ കുറിച്ച്, പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം അല്ലേ? അതാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് ഒരാള് ന്യായം ചോദിക്കാന്ന് വെച്ചു. നിന്റെ വിശ്വാസം എന്നതാ? ഇന്ന് ഒത്തിരി ആളുകൾ അങ്ങനെ ചോദിക്കുന്നില്ലേ? നിങ്ങൾ ഈ പെന്തിക്കോസ്തുകാർ നിങ്ങളെ വിശ്വാസം നിങ്ങളെന്നാ അതിനെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ എന്ത് പറയുന്നു ഇതിനെ കുറിച്ച്? അപ്പൊ നമ്മളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്നവനോട് അല്ലേ, നമ്മളോട് പറയുന്ന ന്യായം ചോദിക്കും ഇല്ലേ? നിങ്ങൾ അമ്മയില്ലാത്തവരാ, അപ്പനില്ലാത്ത ഇല്ല, നമ്മളോട് അല്ലേ? നമ്മൾ അമ്മയില്ലാത്തവരാണെന്നല്ലേ പറയുന്നേ അല്ലേ? നിങ്ങൾക്ക് മൂടും ചോടും ഇല്ല, നിങ്ങൾ ഇന്നലെ ഉണ്ടായവരല്ലേ? ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയല്ലേ നിങ്ങള്? ഞങ്ങളുടെ സമയമൊന്നും അല്ല, 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് നമ്മളെ വേറിട്ടും ചിലര്. അപ്പം അവരെ യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ വിശാചാരം പറഞ്ഞ് ശാസിക്കരുത്. നമ്മൾ ചെയ്യുന്നതാ, 2 അന്യഭാഷ പറഞ്ഞിട്ട് അവനെ ശാസിച്ച് മുടിച്ചു കളയും. പത്രോസ് പറയാ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ന്യായം ചോദിച്ചാൽ ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട്. ദേഷ്യപ്പെടരുത് അവനോട് കേട്ടോ. നീ ഗുണം പിടിക്കുകയില്ല, നീ നിത്യനരകത്തിൽ പോവും, നീ നിന്റെ അപ്പനും പോവും എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. കേട്ടോ? നമുക്ക് അപ്പനൊന്നും വിളിക്കാൻ അധികാരമില്ല കേട്ടോ. അന്യഭാഷ പറഞ്ഞ അവനെ ശാസിക്കരുത്. അപ്പൊ അവനോട് സൗമ്യത, വളരെ സൗമ്യത. ഒന്ന് ചിരിക്കണം ഇത് കേൾക്കുമ്പോഴേ. ആദ്യം നമ്മളെ കുറിച്ച് കുറ്റം പറയുകയും നിങ്ങളുടെ വിശ്വാസം ചോദിച്ചാൽ നമ്മൾ ഒട്ടനെ കയറി ബഹളം വെച്ച് അവനെ ഒഴപ്പിക്കളയരുത്. നിങ്ങൾ ആദ്യം ശാന്തമായിട്ടൊന്ന് ചിരിക്കണം. സൗമ്യത, നല്ല സൗമ്യതയോടും ഭയഭക്തി കേട്ടോ, അത് വിട്ടുകളയരുത്. അപ്പൊ നമുക്കെതിരെ കുറ്റം പറയുന്ന ആളുകൾ വന്നിട്ട് നമ്മളെ കുറ്റം പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ചൂടാകരുത്. അയ്യോ നമ്മളൊക്കെ പിന്നെ ആരാ പിടിച്ചാൽ കിട്ടുകയില്ല, വേണേ 2 അടിയും കൊടുത്തു വിടും. അത് ചെയ്യരുതെന്നാ പറഞ്ഞേ. അപ്പൊ സൗമ്യത മാത്രമല്ല, ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. പ്രതിവാദം പറയാൻ എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദമല്ല, ഡയലോഗ്. ചോദിക്കുന്നതിന് കൃത്യമായ ഉത്തരം. മനസ്സിലായോ? അതാ പ്രതിവാദം. അല്ലാതെ പ്രതിവാദം എന്ന് പറയുമ്പോഴത്തേക്ക് വാദപ്രതിവാദം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. നമ്മളതിന് പോകരുത് കേട്ടോ. വാദപ്രതിവാദം നടത്തിയാൽ ആരും രക്ഷിക്കപ്പെടുകയില്ല. വാദപ്രതിവാദം നടത്തിയാൽ ആരെയും കൃപയെ കൊണ്ടുവരാൻ പറ്റുകയില്ല. എന്നാൽ പ്രതിവാദം പറയാം, അത് ഡയലോഗാണ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ പരസ്പരം ചർച്ച ചെയ്യുക. ഞങ്ങൾ ഇതാണ് വിശ്വസിക്കുന്നത്. ശാന്തമായിട്ട് പറയണം കേട്ടോ, ഒരു പുഞ്ചിരിയോടെ, അതാ സൗമ്യതയോടെ, ഭയഭക്തി കൊണ്ട്. നമ്മൾ ഈ പറയുമ്പോ അവർക്ക് തന്നെ തോന്നണം ഇതാണ് യഥാർത്ഥ ഭക്തന്റെ രീതി. സുവിശേഷം അറിയിക്കാൻ വീടുകളിലൊക്കെ പോകുന്നവരല്ലേ നിങ്ങൾ? ആണോ പോകുന്നെങ്കിലേ ഇതൊക്കെ പഠിച്ചുകൊണ്ട് വേണം പോകാൻ. ഞാൻ എന്നാ വിശ്വസിക്കും നിങ്ങൾ പഠിക്കണം.
എന്നിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഞങ്ങൾ ഇങ്ങനെയാണ് വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസ പ്രമാണം ഇതാണ് എന്ന് ചിരിച്ചോണ്ട് ഭയഭക്തിയോടെ പറയണം. വീട് ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ പോകുന്നവരാണോ? ആണെങ്കിൽ നിങ്ങള് കൃത്യമായ ഒരു രൂപരേഖ നിങ്ങൾക്ക് വേണം കേട്ടോ. ഒന്ന് ടിപ് ടോപ്പായിട്ട് നിങ്ങൾ പോകാവൂ. കുഴപ്പിത്തല്ലി തുണിയും വാരി ചുറ്റിക്കൊണ്ട് പോകരുത്. വീട്ടിലിടുന്ന നൈറ്റി ഇട്ടുകൊണ്ട് സുവിശേഷം പറയാൻ പോകരുത്. അത് സുവിശേഷത്തെ അപമാനിക്കരുത്. കൃത്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ബെല്ലടിച്ചാൽ അവര് വരാൻ താമസിച്ചാൽ ആ വാതുക്കെ തന്നെ നിൽക്കണം. ഞാൻ പണ്ടൊരു സഹോദരനെയും കൂട്ടി സുവിശേഷം അറിയിക്കാൻ പോയേ. ഞങ്ങളിങ്ങനെ ഓരോ വീടുകളിലും ട്രാക്റ്റും കൊടുത്ത് സുവിശേഷവും പറഞ്ഞ് നടക്കുക. ആദ്യകാലത്ത് ഒത്തിരി നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. കുറെ പ്രായമായപ്പോഴാണ് പിന്നെ വീട് എനിക്കങ്ങനെ നടക്കാൻ വരാതെ വന്നത്. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പോകാറില്ല. ഞാനൊരു സഹോദരനുമായിട്ട് സുവിശേഷം അറിയിക്കാൻ പോയേ. ഒരു വീട്, വലിയ കുഴപ്പമില്ലാത്തൊരു വീടിന്റെ വാതിൽക്കൽ ചെന്ന് ഞാൻ ബെല്ലടിച്ചു. അപ്പൊ അത് തുറക്കാൻ ഇച്ചിരി താമസിച്ചു. പക്ഷെ അകത്ത് അനക്കമുണ്ട്, അപ്പൊ ആളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു പ്രാവശ്യം ബെല്ലടിച്ചു. കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ട്, ആള് വരും. അപ്പൊ ഇച്ചിരി താമസിച്ചു. പക്ഷേ എന്നാൽ ആള് വരാറായപ്പോഴത്തേക്ക് ഞാൻ നോക്കി, എന്റെ കൂടെ നിന്ന സഹോദരനെ കാണാനില്ല. ഇയാൾ എവിടെ പോയെന്ന് ഞാൻ നോക്കിയപ്പം മുറ്റത്ത് നിൽക്കുന്ന ചാമ്പയുടെ മുകളിൽ കയറിയിരിപ്പുണ്ട്. പിന്നെ ആ സുവിശേഷം എങ്ങനെ വിളങ്ങുമെന്ന് പറഞ്ഞേ. ഞാൻ ആ പറയുന്ന സുവിശേഷത്തിന് എന്നെ സ്റ്റാൻഡേർഡ് ഉണ്ട്, എന്നെ സ്റ്റാൻഡേർഡ് അല്ലേ? പോയി എന്റെ സുവിശേഷവും പോയി. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ട്രാക്ട് തരാൻ വന്നതാണെന്ന് പറഞ്ഞ് കൊടുത്തേച്ച് സ്ഥലം വിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മേലിൽ എന്റെ കൂടെ പോന്നെ കരുതുന്നത്, ഞാൻ തന്നെ പൊക്കളാന്ന് കേട്ടോ. പട്ടിയെ കളിപ്പിക്കുന്നവനും ചാമ്പ കയറുന്നവനും വീടിന് വട്ടം ചുറ്റുന്നവനും എറികാലെ നിൽക്കുന്നവനും കണ്ടില്ലേ? ചിലർ ചെന്നിട്ട് എറികാലെ ഇങ്ങനെ പല്ലിന്റെ ഇടയും കുത്തി നിൽക്കും. അതൊക്കെ അവര് വന്ന് തുറക്കുമ്പോ ഏറുകാലെ നിൽക്കുക. അങ്ങനെ അവിടെ ദൂചാന വിലക്ക് കൊള്ളുകയില്ല കേട്ടോ, പറഞ്ഞേക്കാം. നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ? എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നല്ല വൃത്തിയായി വസ്ത്രധാരണം ചെയ്ത്, കയ്യിൽ ഒരു നല്ല ബാഗും ഒക്കെ പിടിച്ച്, ഒരു നല്ല ഫയലും ഒക്കെ പിടിച്ച്, കഴിയുന്ന ഒരു നല്ല ഫയലാണേ അതാ നല്ലത് ഈ ബാഗിനേക്കാൾ. ഒരു ഫയലും ഒക്കെ പിടിച്ച് ബെല്ലടിച്ചു വന്നു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്, അവർക്കൊരു നല്ല ആശംസയും കൊടുത്ത് അപ്പോഴേ അവര് അകത്തോട്ട് കയറി വന്ന് ഇരിക്കാൻ പറയൂ. പണ്ടായിരുന്നു ഈ ദാരിദ്ര്യം, ഇപ്പൊ എല്ലാം ഒരുമാതിരി ചൂടുള്ള വീടുകളായപ്പോ ഉള്ളതൊക്കെ. അത് പോട്ടെ, ഇവാഞ്ചലിസം വല്ലതും പഠിപ്പിക്കുകയാണെങ്കിൽ ഞാനത് പഠിപ്പിക്കാൻ. നിങ്ങളെ ഇവാഞ്ചലിസം പഠിപ്പിക്കാൻ സത്യം പറഞ്ഞ ഒത്തിരി പ്രാക്ടിക്കൽ കാര്യം ദൈവമക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഞാനതൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇവാഞ്ചലൈസേഷൻ ഇവാഞ്ചലിസം ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ കൃത്യം അവര് ചോദിക്കുന്നതിന് നമ്മൾ രണ്ടുപേരാ ചെല്ലുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഒരാള് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മറ്റവൻ അവിടുത്തെ പത്രം എടുത്ത് നോക്കുകയും അവരുടെ ഫോട്ടോ കാണുകയും ചെയ്യാതെ, ചിലരുണ്ടല്ലോ എന്നിട്ട് വിത്തിയെ പോയി ഫോട്ടോ എല്ലാം നോക്കി, ഇതാരാ, നിനക്കെന്നാടാ കാര്യം? അവന്റെ അമ്മാച്ചനെ അമ്മായി അപ്പനെ പരിചയപ്പെട്ടില്ല, നിനക്കെന്നാ കാര്യം? നീ അതിനാണോ ചെന്നേ? ഒരാള് സുവിശേഷം പറയാല്ല, ഒരാൾ നമ്മളോട് ചോദിച്ചു. അപ്പൊ അതിന് നമ്മൾ സൗമ്യതയോടെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മറ്റേ ആള് അടുത്തിരുന്ന് കണ്ണടച്ച് ബഹളമൊന്നും വെക്കണ്ട, അകത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവേ, വ്യക്തമായി പറയാൻ കൃപ കൊടുക്കണേ, വ്യക്തമായി പറയാൻ കൃപ കൊടുക്കണേ. കൃത്യം മറുപടി കർത്താവേ അവന്റെ നാവിൽ കൊടുക്കണേന്ന് അടുത്തിരിക്കുന്ന ആൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അവൻ മൂളിപ്പാട്ട് പാടുകയും പത്രം എടുത്ത് നോക്കുകയും ചെയ്യാൻ പോകരുത്. പത്രം വീട്ടിൽ നിന്ന് രാവിലെ വായിച്ചിട്ട് സുവിശേഷ വിലയ്ക്ക് പോകാവും. അയൽവക്കംകാരന്റെ വീട്ടിൽ കിടക്കുന്ന പത്രം വായിക്കാൻ നീ പോകരുത് കേട്ടോ. ശാന്തമായിട്ടിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ അവൻ സംസാരിച്ച ഒരു സ്ഥലത്ത് ചിലപ്പോ നമുക്കൊരാശയം വന്നു കേട്ടോ. നമ്മളോടൊരു നല്ല ചോദ്യം ചോദിച്ചു, നിങ്ങൾ അമ്മയില്ലാത്തവരല്ലേ? അയ്യോ, അപ്പോഴത്തേക്ക് നമുക്ക് ചൂട് കയറി. നമ്മൾ ഉടനെ അവരെ കയറി ബഹളം വെച്ച് പലസിക്കാൻ പോകരുത്. ഒരാള് സംസാരിച്ച് നിർത്തി കഴിയുമ്പോ ഇടയ്ക്ക് നിങ്ങളുടെ ആശയം പറയാം. അത് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. വേദപുസ്തകം കൈ വേണം കേട്ടോ. വിശേഷം പറയാൻ വേദപുസ്തകം കൈ വേണം. ഭരണഘടനയും കൊണ്ട് പോകരുത് കേട്ടോ. വേദപുസ്തകം കൊണ്ടേ പോകാം. എന്നിട്ട് ഈ ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്.
എന്ന് പറഞ്ഞ് ശാന്തമായിട്ട് പറയണം. അപ്പോ ഇനി അഥവാ മറ്റേയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശയം വന്നെങ്കിൽ അയാളുടെ കയ്യിലൊന്ന് സ്പർശിച്ചേക്കണം. നേരത്തെ ഒക്കെ പറഞ്ഞേച്ചേ പോകാവൂ കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നതിനേക്കാൾ കുറെ കൂടെ വ്യക്തമായി എന്റെ കയ്യിൽ മറുപടി ഉണ്ടെന്ന് തോന്നിയാൽ ഇടയ്ക്ക് കയറി പറയാതെ അദ്ദേഹത്തിന്റെ കയ്യിലോ പാദത്തിലോ ഒന്ന് കാലിലോ ഒന്ന് സ്പർശിച്ചിട്ട് നമ്മൾ പറയണം. ഇത് പറഞ്ഞത്തോണ്ടേക്കാൾ പോകാവൂ. ന്യായം ചോദിക്കുന്നതിന് മറുപടി